കുറച്ചും കൂടെ പൊളിറ്റിക്കൽ പോഡ്കാസ്റ്റ് ആണ് ഇത്തവണ. കാരണം കൂടുതലും ഫുട്ബോളിൽ നിന്ന് മാത്രമല്ല, കുറച്ച് ഇന്റർനാഷണൽ ലെവലിൽ ഫുട്ബോളിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ സംസാരിക്കാനാണ് പോകുന്നത്. അപ്പൊ നല്ല ബോറിംഗ് ആയിരിക്കും ചിലപ്പോ. പക്ഷെ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എടുത്തു പോകും. അല്ല, ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ടോപ്പിക്കാണ്. കാരണം ഈ അടുത്ത ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ട്വിറ്ററിലൊക്കെ പെട്ടെന്ന് ബൂമായി. ബട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഒന്നും ഇല്ലാണ്ടായ ഒരു ടോപ്പിക്കാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്നൊരു കോൺസെപ്റ്റ്. അത് കുറച്ച് കാലമായിട്ടുള്ള സംഭവമാണ്. കാരണം ഈ അടുത്തായിട്ടും അതിനെപ്പറ്റി ഒരുപാട് റൂളിങ്സ് വന്നു. ഒരു കോർട്ടിൽ നിന്ന് അതിനെ പറ്റിയുള്ളൊരു വലിയ റൂളിംഗ് വന്നതിന് ശേഷം പിന്നെയും യൂറോപ്യൻ സൂപ്പർ ലീഗ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു അതിൻ്റെ ബോർഡ്. അപ്പോൾ ഇവരുടെ മെയിൻ, നിങ്ങൾക്ക് വിഷയം എന്താണോന്ന് അറിയില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഞാനൊരു ചെറിയൊരു ബ്രീഫിംഗ് തരാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താ സംഭവം. ഈ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ കോമ്പറ്റീഷനാണ്. ഇപ്പം നമ്മുടെ നിലവിൽ ടോപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് യൂറോപ്യൻ അല്ലാതെ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ വേൾഡിൽ ഒന്ന് ചാമ്പ്യൻസ് ലീഗും പിന്നെ അതേപോലെ വേറൊരെണ്ണം നമ്മുടെ ഫിഫ വേൾഡ് കപ്പുമാണ്. ഓൾസോ യൂറോസ് ഒബ്വിയസ്ലി, ബട്ട് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയുന്നത് ഒരെണ്ണം യുഎഫയുടെ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ അതേപോലെ ഫിഫയുടെ വേൾഡ് കപ്പാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫുട്ബോൾ ലോകത്തിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ 2 ഗവേണിംഗ് ബോഡീസിനാണ് ഏറ്റവും വലിയ മോണോപ്പൊളി. ഈ യുഎഫ അല്ലെങ്കിൽ ഫിഫ എടുക്കുന്ന തീരുമാനത്തിന്റെ വെയിറ്റ് ഒരുപാട് വലുതാണ്. അവരാണ് പല കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. പണ്ട് ഒരു കാലത്ത് FA കപ്പായിരുന്നു ഒരുപാട് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ ആകെ മാറി. യുഎഫ എന്ത് തീരുമാനിക്കുന്നു, യുഎഫ എന്ത് റൂൾ ഇടുന്നു, ഓരോ ക്ലബ്ബും എത്ര ചെലവാക്കണം, എങ്ങനെയൊക്കെ അവർ മാർക്കറ്റിൽ ഏതൊക്കെ കമ്പനീസിന് മാർക്കറ്റിൽ കളിക്കാം, ഏതൊക്കെ കമ്പനീസ് വരാൻ പാടില്ല എന്ന് പോലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ യുഎഫയുടെ കയ്യിലുണ്ട്, ഫിഫയുടെ കയ്യിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മോണോപ്പൊളി ബ്രേക്ക് ചെയ്യാൻ, കുറച്ചും കൂടെ ഫുട്ബോള് ഓപ്പൺ ആക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ESL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നത് ഐ തിങ്ക് ഒരു സ്പെസിഫിക് കമ്പനിയാണോ, എന്തോ ഒരു A2C അങ്ങനെ എന്തോ പറഞ്ഞൊരു കമ്പനി. അപ്പൊ അതിന്റെ ഒരു ബോർഡ് ഡയറക്ടർ അല്ലെങ്കിൽ CEO, ഹിസ് നെയിം ഇസ് റൈക്കാർട്ട്, എന്തോ ഒരു ബേൺഡ് റൈക്കാർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അയാളാണ് ഈ ഫുൾ ഈ സൂപ്പർ ലീഗിന്റെ ഐഡിയ തന്നെ അങ്ങനെ കൊണ്ടുവന്നത്. ഈവൻ ദോ ഡെക്കേഡ്സ് ആയിട്ട്, പല കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിലവിലുണ്ട്. ബട്ട് ആർക്കും അത് സക്സസ്ഫുള്ളി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പറ്റുന്നില്ല. ബട്ട് ഐ തിങ്ക് വി ആർ മൂവിങ് ക്ലോസർ ടു ദ പോസിബിലിറ്റി ഓഫ് ഹാവിങ് എ സൂപ്പർ ലീഗ്. ഈ ഒരു കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 64 ടീംസ് ആണ്. പറയാം, ഇത് ഓപ്പൺ ആയിരിക്കും, ഫുട്ബോൾ കുറച്ചുകൂടി ഓപ്പൺ ആക്കാൻ വേണ്ടിയാണ് സൂപ്പർ ലീഗ് കൊണ്ടുവരുന്നത് പറഞ്ഞില്ലേ? ഹൗ ഡസ് സൂപ്പർ ലീഗ് മേക്ക് ഫുട്ബോൾ മോർ ഓപ്പൺ? അതിന്റെ അവരുടെ സെല്ലിംഗ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, മെയിൻ USP എന്താന്ന് വെച്ചാൽ ഫുട്ബോൾ ഇസ് ഫ്രീ എന്നാണ് അവരുടെ കോൺസെപ്റ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഈ കോമ്പറ്റീഷന്റെ സ്ട്രീമിങ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എല്ലാവർക്കും. ഇപ്പൊ ഉള്ള പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും നമുക്ക് പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യും. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും മേ ബി വേൾഡ് കപ്പ് സ്റ്റിൽ നോട്ട് ദാറ്റ് മച്ച്, ബട്ട് ചില കൺട്രീസിലൊക്കെ ഇപ്പോഴും വേൾഡ് കപ്പ് കാണാൻ പോലും കൊടുക്കണം. ഏത് സ്പോർട്സ് അങ്ങനെ തന്നെയല്ലേ? നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആ ഒരു ഇത് പേയ്മെന്റ് ചെയ്തിട്ടല്ലേ നമ്മൾ എല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എന്താ വെച്ചാ ആ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ട് ആൾക്കാർക്ക് കാശും കൊടുക്കണതിനനുസരിച്ച്, മനസ്സിലായോ? മറ്റേത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രീമിങ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് കാണാം. അവരുടെ മോട്ടോ തന്നെ ഫുട്ബോൾ ഇസ് ഫ്രീ എന്നാണ്. സോ അതവിടെ ഇരിക്കട്ടെ. ലൈക്ക് നമുക്കറിയാം ലോകത്ത് എന്തൊരു സാധനം ഞാൻ ഫ്രീ ആയിട്ട് വിൽക്കുകയാണെന്ന് പറഞ്ഞാലും അത് ആക്ച്വലി ഫ്രീ അല്ല, അല്ലേ? പിന്നീട് എന്താവും, അതെങ്ങനെ വളരുന്നുള്ള വേറെ കാര്യം. ബട്ട് ഞാൻ ജസ്റ്റ് ആ കോൺസെപ്റ്റ് പറയാം. അവരുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ UEFAയും ഫിഫയും നടത്തുന്ന കോമ്പറ്റീഷൻസ് അവര് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ
ഒരു മോണോപ്പൊളി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ, അതിനെ എതിർക്കാൻ വേണ്ടി പുതിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവണം. പുതിയൊരു ഒരു വേറെ ലെവലിലുള്ള ഒരു ഹൈ ടോപ്പ് ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കണം. അപ്പൊ ആദ്യം ഇതിൽ 12 ക്ലബ്സ് ഉണ്ടായിരുന്നു ഈ ഒരു ജോയിനിങ് ബോർഡിൽ. പക്ഷെ അതിൽ നിന്ന് 9 ക്ലബ്സ് പിന്മാറി. ഇൻഫാക്ട് all of the Premier League clubs rejected the idea of Super League. They don't want to participate. They want to stick with UEFA and obviously UEFA competitions, clubs ആയതുകൊണ്ട്. ആൻഡ് അനദർ പോയിന്റ് ഇസ്, ഇപ്പൊ നിലവിലുള്ള ബാക്കി 3 ക്ലബ്സ്, അതായത് യുവെന്റസ്, റിയൽ മാഡ്രിഡ് ആൻഡ് ബാർസലോണ, ഇവർ 3 പേരാണ് ഉള്ളത്. ഇവർ 3 പേരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് കോർട്ട് കൃത്യം പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, യൂറോപ്യൻ യൂണിയന്റെ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു കോമ്പറ്റീഷനെ കംപ്ലീറ്റ് ആയി ബാൻ ചെയ്യാനുള്ള ഒരു റൂളിംഗ് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് ദേ ക്യാൻ ഡു ഇസ്, യുഎഫ അല്ലെങ്കിൽ ഫിഫ അവർക്ക് തീരുമാനിക്കാം ഈ കോമ്പറ്റീഷന്റെ ലൈക്ക് റിസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബൗണ്ടറീസ് എന്നത് ദേ ക്യാൻ ആർഗ്യൂ ആൻഡ് ഡിസൈഡ്. സോ അതിപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും അതിന് ഒരു തീർപ്പ് വന്നിട്ടില്ല. പക്ഷെ എന്റെ ചോദ്യം അതൊന്നുമല്ല. ആസ് ഫാൻസ്, ആസ് ഓഡിയൻസ്, ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഇങ്ങനെ ഒരു ഹൈ ലെവൽ, ഒരു എന്റർടൈനിങ് ആയ ഒരു ഫുട്ബോൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും? ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. അറിയോ രമണ മണവാള, എങ്ങനെയാണ് ഈ കോമ്പറ്റീഷന്റെ ഫോർമാറ്റ് ഉണ്ടാവുന്നത്? എനിക്ക് തോന്നുന്നത് ലൈക്ക് ഫോർമാറ്റ് ഒന്നും എനിക്കറിയില്ല. ടോപ്പ് 5 ലീഗ്സിലത്തെ ബെസ്റ്റ് പെർഫോമിംഗ് ക്ലബ്സിനെ ഒറ്റ, ഐ മീൻ ഐ ഡോണ്ട് നെസസറിലി ബെസ്റ്റ് പെർഫോമിംഗ് ആണോന്ന് എനിക്കറിയാൻ പാടില്ല. പ്രീമിയർ ലീഗിലെ ടോപ്പ് 6 ആണെന്ന് തോന്നുന്നു അതിലേക്ക് വരുന്നത്. ലൈക്ക് അത് പോപ്പുലർ ആയിട്ടുള്ള ക്ലബ്സ് ആയിരിക്കും അതിലേക്ക് വന്നിട്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അവിടെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ടാവാണ്. കാരണം ആ ഒരു പോപ്പുലർ ക്ലബ് മാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ലീഗ് എപ്പോഴും കോമ്പീറ്റ് ചെയ്യുമ്പോൾ യുഎഫയിലേക്ക് തെരഞ്ഞെടുക്കുന്ന പോലെ ടോപ്പ് 4 ടോപ്പ് 5 അല്ല ടോപ്പ് 4 വരാനുള്ള ടീംസിന്റെ കോമ്പറ്റീഷൻ അവിടെ നഷ്ടപ്പെടാണെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല്. കാരണം ഇവിടെ ആ ടീംസ് ഫിക്സ്ഡ് ആണ്. അപ്പോ ഓൾറെഡി ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എവറി ലീഗ്സ്. സോ അവിടെ ആ ഒരു കോമ്പറ്റീഷൻ നഷ്ടപ്പെടുമ്പോ തന്നെ യുഎഫ എന്നുള്ളൊരു ഇത് ഇല്ലാണ്ടാവും. സോ അപ്പൊ താഴെ കിടക്കുന്ന ഒരു ടീമിനെ ഒരു മുകളിലേക്ക് വരാനോ എന്താ പറയാ, അങ്ങനെ ഒരു യൂറോപ്യൻ സ്പോട്ട്ലൈറ്റിലേക്ക് വരാനുള്ള ചാൻസുകൾ കുറയാണ് അല്ലെ? അതായത് ഇപ്പോ അങ്ങനെയല്ല. ആക്ച്വലി അവരുടെ എന്താ അറിയോ, ലൈക്ക് 64 ടീംസ് ആണ് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മൊത്തം യൂറോപ്പിൽ നിന്ന്. 64 ടീംസിൽ 3 ലീഗായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, 3 കാറ്റഗറി: സ്റ്റാർ, ഗോൾഡ് ആൻഡ് ബ്ലൂ. അതിൽ സ്റ്റാറും ഗോൾഡിലും 16 ആണ് ലൈക്ക് ടോപ്പ് 2 ലീഗ്സ്. ജസ്റ്റ് ലൈക്ക് യൂറോപ്പ, ചാമ്പ്യൻസ് ലീഗ് ആൻഡ് കോൺഫറൻസ്, സിമിലർ. ബട്ട് ഇവര് തമ്മിൽ പ്രൊമോഷനും റെലിഗേഷനും ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് ഡിവിഷൻ 2 ഓർ ഡിവിഷൻ 1 പ്രൊമോഷൻ ഇൻ എനി ഓഫ് ദ കൺട്രി ലീഗ്സ്. ഇറ്റലിയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ എടുക്കുന്ന പോലെ പ്രീമിയർ ലീഗ് 1, 2 ഉള്ള പോലെ ഇതിലും അങ്ങനത്തെ പ്രൊമോഷനും റെലിഗേഷനും നടക്കും. ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ യുഎഫ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ മാത്രമേ ഇപ്പൊ ലൈക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടീംസ് തമ്മിൽ കളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ആസ്റ്റൺ വില്ലയും ഒരു റിയൽ മാഡ്രിഡും തമ്മിലുള്ള ഒരു മാച്ച് നമുക്ക് കാണണമെങ്കിൽ നമുക്കൊരു അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യണം അല്ലെ? എന്നുവെച്ചാൽ ആസ്റ്റൺ വില്ല ടോപ്പ് 4 വരുമെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, പ്ലസ് ഇഫ് ദേ മാച്ച്. ബട്ട് ഈ ഒരു കോമ്പറ്റീഷന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് മോർ ലൈക്ക് എ ലീഗ്. അപ്പോൾ 8 ടീംസിന്റെ ഗ്രൂപ്പായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ മിനിമം ഒരു 14 ഗെയിംസ് എങ്കിലും കളിക്കും പെർ സീസൺ. ലൈക്ക് അസ്യൂമിങ് മിനിമം ഒരു ടീമിന് അത്ര ഗെയിംസ് എങ്കിലും ഉണ്ട്. അപ്പോ ഈ ടോപ്പ് ക്ലബ്സ് തമ്മിൽ കളിക്കുന്ന മാച്ചസിന്റെ ഫ്രീക്വൻസി കൂടും. മിഡ് വീക്ക് ഫിക്സ്ചേഴ്സ് ആണ്, ജസ്റ്റ് ലൈക്ക് ചാമ്പ്യൻസ് ലീഗ്. ഓക്കെ. ആൻഡ് നോക്കൗട്ട് വരുന്നത് ഒരു സമയം കഴിഞ്ഞിട്ടാ, എന്തോ ഒരു പീരിയഡ് കഴിഞ്ഞാൽ ഇത്രയും മാച്ചസ് എല്ലാം കളിച്ചു കഴിഞ്ഞാൽ, ഐ തിങ്ക് ഓൾ ദ പെയറിങ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ ഡേ നോക്കൗട്ടിലേക്ക് പോകും. ടോപ്പ് 8 ടീംസ് എന്താണോ വരുന്നത് ആ ലീഗിൽ, ലൈക്ക് സ്റ്റാറിൽ ടോപ്പ് 8 ആയിരിക്കാണ് പോയിന്റ്സ്, ആ ടോപ്പ് 8 തമ്മിൽ നോക്കൗട്ട്, പിന്നെ ഫൈനൽ, ആൻഡ് ദേ ഡിസൈഡ് ദ ചാമ്പ്യൻ. അങ്ങനെയാണ് സംഭവം. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പ് ടീംസ് തമ്മിൽ കാണുന്ന കളികൾ കൂടും.
ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യണം. ബട്ട് ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരില്ല. നമുക്ക് ആക്ച്വലി മേ ബി അടുത്ത ആഴ്ച തന്നെ യെസ്, ബട്ട് ദർ ഇസ് ഓൾസോ റെലിഗേഷൻ ആൻഡ് പ്രൊമോഷൻ. പ്രൊമോഷനും വരുന്നത് ഇതേ ലിസ്റ്റ് ഓഫ് ക്ലബ്സിലേക്കല്ലേ വരുന്നത്, വേറെ വരുന്നില്ലല്ലോ. അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടോ? എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ? സ്റ്റാർട്ടിംഗ് പൊസിഷൻ എപ്പോഴും അവർക്ക് അല്ല ടോപ്പ് ടീംസ് ഫസ്റ്റ് അങ്ങനെയല്ല. പുതിയ ടീം അതിലേക്ക് എങ്ങനെ വരും? പുതിയ ടീം എന്ന് പറഞ്ഞാൽ ഏത് ലീഗിലാണെന്ന് അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്ലൂ ലീഗ് ആണെന്ന് വെച്ചോ, ബ്ലൂ ലീഗിലേക്കും ഇതിലേക്ക് പ്രൊമോഷൻ വരുന്നത് ലീഗ് സ്റ്റാൻഡിങ്സ് വെച്ചാ. അവരവരുടെ ഓരോ കൺട്രിയിലുള്ള ലീഗ് സ്റ്റാൻഡിങ്സ് വെച്ച് തന്നെയാണ് വരുന്നത്. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെ ക്വാളിഫൈ ആവുന്നു അതേപോലെ തന്നെ ക്വാളിഫൈ ആവുന്നത്. 2 ടൈപ്പ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്ന്, അതിൽ ചാമ്പ്യൻ ആവുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ. യു ആർ ഓൾറെഡി ഫിക്സ്ഡ് യുവർ സ്പോട്ട് ബിക്കോസ് വെൻ യു ബിക്കം ചാമ്പ്യൻ ഇൻ ബ്ലൂ ലീഗ് യു ഗോ ടു സ്റ്റാർ. പിന്നെ ബ്ലൂ ലീഗിൽ ആ സ്പോട്ട് വേക്കന്റ് ആണ്, മനസ്സിലായോ? അപ്പൊ പുതിയ ടീമിന് അവിടെ വരാം. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ സെക്കൻഡ് ആയ ടീം എന്താണെന്നോ ആ ടീം എന്തായാലും ബ്ലൂ ലീഗിൽ കളിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഉദാഹരണത്തിന് പറഞ്ഞ. അപ്പൊ എല്ലാ ലീഗ്സ് എന്നുള്ളതും വരും, അല്ലാണ്ട് ടോപ്പ് യൂറോപ്യൻ കോമ്പറ്റീഷൻസ് മാത്രല്ല. ബട്ട് ഒബ്വിയസ്ലി സ്റ്റാർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ക്ലബ്സ് ആയിരിക്കും അവിടെ ലാൻഡ് ചെയ്യാൻ ലൈക്ലി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫസ്റ്റ് സീസൺ എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ദ ടോപ്പ് ക്ലബ്സ് ഇൻ ദ സ്റ്റാർ. ഞാൻ ചോദിക്കട്ടെ, ഈ റെലഗേഷനും എന്താ പറയാ പ്രൊമോഷനും ഒക്കെ കുറച്ച് സ്പോർട്സിലല്ലേ ഉണ്ടാവുള്ളൂ? ആ ഒരു കുറച്ച് ഒഴിവിലേക്കല്ലേ ഈ താഴെയുള്ള ടീംസിന് വരാൻ പറ്റുള്ളൂ? അതേപോലെ റിലേറ്റ് ചെയ്യണതും ടോപ്പിലുള്ള കുറച്ച് ടീംസിനല്ലേ? ബാക്കിയുള്ള ടീംസ് അവിടെ തന്നെ റിമെയിൻ ചെയ്യില്ലേ? ഇപ്പൊ തുടക്കത്തില് എങ്ങനെയായിരുന്നു ടീംസ്, ആ ഒരു പ്രിഫറൻസ് എപ്പോഴും ടോപ്പ് ലീഗ്സിന് ടീംസിന് ഉണ്ടാവില്ലേ? മുകളിലേക്ക് വരാനുള്ള ചാൻസും താഴത്തേക്ക് പോകാനുള്ള ചാൻസും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അയാക്സ് ഓൾമോസ്റ്റ് റെലിഗേറ്റ് ആയി എന്ന് വെച്ചു. അയാക്സ് നല്ല പൂർ ആയിട്ടല്ലേ പെർഫോം ചെയ്യുന്നത്. അതെ, ഐ ഡോണ്ട് തിങ്ക് അയാക്സ് ക്വാളിഫൈ ആവില്ല അൺലെസ് ദേ ആർ ചാമ്പ്യൻസ്, മനസ്സിലായോ? അപ്പൊ അയാക്സ് സ്റ്റാറിൽ ചാമ്പ്യൻ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാക്സ് ഏതെങ്കിലും ഒരു ഇതില് ചാമ്പ്യൻ ആയിട്ടുണ്ടെങ്കിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ അവര് വരില്ല. ഏത് ടീമാണോ അവരവരുടെ ലീഗില് നിൽക്കുന്നത് അവർ തന്നെ വരും, ക്വാളിഫൈ ആവുള്ളൂ. ബട്ട് അതല്ല, വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, അതിന്റെ ഒരു എക്കണോമിക് സൈഡ്, ഫുട്ബോളിംഗ് സൈഡിൽ നിന്ന് ഒരു കാര്യം. ഇത് മോർ മാച്ചസ്, മോർ എന്റർടൈൻമെന്റ്. ഒബ്വിയസ്ലി ഇനീഷ്യലി ഫുട്ബോൾ ഫ്രീ ആണെന്ന് അവർ പറയുന്നുണ്ട്, ബട്ട് ദിൽ ഡെഫിനറ്റ്ലി ബി മോർ വ്യൂവർഷിപ്പ് ആൻഡ് ഓൾ, അതിന്റെ ഫ്രീ ആയതുകൊണ്ട് തന്നെ. ബട്ട് അതൊക്കെ മാറ്റി വെച്ചാൽ എക്കണോമിക്കലി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഒരു ഇൻകം മേജറായിട്ട് അവർ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോളിഡാരിറ്റി പേയ്മെന്റ്സ്. എന്നുവെച്ചാൽ ഈ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കണമെങ്കിൽ അതിന് ക്ലബ്സിന്റെ സപ്പോർട്ട് വേണം. കാരണം യുഎഫ്ഒ ഫിഫയോ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ദേ വിൽ ഓൾവേസ് ട്രൈ ടു സപ്രസ്. ക്ലബ്സ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് കോർട്ട് കൃത്യമായി പറഞ്ഞത്. ക്ലബ്സിനും എതിരായിട്ട് ഒന്നും നടക്കാൻ പാടില്ല. ക്ലബ്സ് ഫേവറബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ദർ ക്യാൻ ബി എ ന്യൂ കോമ്പറ്റീഷൻ. ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ആൻഡ് ദർ അവിടുന്ന് ഇപ്പോൾ പ്രീമിയർ ലീഗ് എതിർക്കുക അല്ലെങ്കിൽ UEFA എതിർത്തത് കൊണ്ട് ആ കോമ്പറ്റീഷൻ ഉണ്ടാവാണ്ടിരിക്കില്ല, എന്തായാലും ഉണ്ടാവും ക്ലബ്സ് വില്ലിംഗ് ആണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റി പേയ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡാരിറ്റി പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലൈക്ക് ഇപ്പോൾ ഒരു പ്ലെയർ, ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയറിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു ക്ലബിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ബെല്ലിംഗമിനെ കൊണ്ടുപോയാൽ ബെല്ലിംഗം ട്രെയിൻ ചെയ്ത ക്ലബിലേക്ക് ഒരു എമൗണ്ട് പോകും, ഒരു പേയ്മെന്റ്. കാരണം ഹി ഡെവലപ്ഡ് ഫ്രം ദാറ്റ് ക്ലബ്. സോ അക്കാഡമിക്ക് പോകുന്ന അതേപോലെ ഒരു പാർട്ട്ണർഷിപ്പ്. യെസ്, എക്സാക്ട്ലി. അപ്പോ ആ ഒരു ടൈപ്പ് ഓഫ് എക്കോണമി ആയിരിക്കും ഇതിന്. എന്ന് വെച്ചാൽ ക്ലബ്സ് തമ്മിലുള്ള സോളിഡാരിറ്റി പേയ്മെന്റ്സ് വിത്ത് ദിസ് ഓർഗനൈസേഷൻ വിൽ ബി മച്ച് മോർ സ്ട്രോങ്ങർ. സോ ക്ലബ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് മോർ കമ്മിങ് ഫ്രം ദ ക്ലബ്സ് ദാൻ an independent body just deciding to start something എന്നാണ് അവര് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിന് പിന്നിലുള്ള എന്താണ് അവരുടെ കളികൾ എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ ഫ്രീ ആണ്, നാളെ ഫ്രീ ആക്കാണ്ടിരിക്കാം. ഫുട്ബോൾ നിങ്ങളെ കാണാൻ താല്പര്യമുണ്ടോ? ഓഫ് കോഴ്സ്, അത് ഒബ്വിയസ് ആണ്. ലൈക്ക്
ഇങ്ങനത്തെ ടോപ്പ് പ്ലേയേഴ്സ് ഇപ്പോൾ ഉം. കൺസിസ്റ്റന്റ് ആയിട്ട് പല ലീഗിൽ നിന്നുള്ള ഇപ്പോൾ ബാഴ്സലോണ, റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ ഇവരൊക്കെ തമ്മിൽ കളിക്കുന്ന കാണാൻ എപ്പോഴും താല്പര്യമുള്ള ഇതാണ്. അപ്പോൾ ആസ് എ ഫുട്ബോൾ ഫാൻ 100% നടക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ബട്ട് ആസ് എ ഫുട്ബോൾ ഫാൻ വേറൊരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നീ പറഞ്ഞ പോലെ ഈ സ്പെസിഫിക് ടീംസിന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുവഴി ഫുട്ബോളിങ്ങിൻ്റെ കോമ്പറ്റീഷൻ്റെ ഗ്യാപ്പ് കൂട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സൂപ്പർ ലീഗ്. താഴെയുള്ള ക്ലബ്ബ് താഴെ തന്നെ നിൽക്കാനും, അതായത് ഇവർക്ക് കയറി വരാൻ അതിൽ ഓപ്പർച്യൂണിറ്റി കുറവാണല്ലോ. നീ പറഞ്ഞ പോലത്തെ സിസ്റ്റം ആണെങ്കിൽ കൂടി ഇത്രയധികം ക്ലബ്സിൽ നിന്നാണ്, അതായത് ഒരു കോണ്ടിനെന്റിൽ കളിക്കുന്ന ക്ലബ്സിൽ നിന്നൊക്കെയാണ് ഈ ഇത് പറയുന്നത്. അപ്പം അത് കയറി വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ആ കോമ്പറ്റീഷൻ്റെ ഗ്യാപ്പ് കൂടും. ഒരു ഗ്രൂപ്പ് ഓഫ് ഇലൈറ്റ് ടീംസ് ആൻഡ് നോട്ട് സോ ഗുഡ് ടീംസ് എന്നുള്ള രീതിക്ക് അത് പോകും. സോ അപ്പോ ഫുട്ബോളിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല. ലൈക്ക് would it be fun to watch it anymore? I don't know. Is it fun to watch when ഞാൻ പറയട്ടെ, ഇപ്പോൾ മാൻ സിറ്റി മറ്റേ എന്താ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ടീമില്ലേ, ഏതോ റഷ്യൻ ടീം, അവര് 5-0 തോപ്പിച്ചു, ഹ്യൂമിലിയേറ്റ് ചെയ്തു. അതാണോ കൂടുതൽ നല്ല കോമ്പറ്റീഷൻ, അതോ ഇതുപോലത്തെ കോമ്പറ്റീഷൻ ആണോ കൂടുതൽ നല്ല? ഇപ്പൊ നീ പറഞ്ഞ പോലെ ലൈക്ക് യു കാറ്റഗറൈസ് ദം ഇൻ ടു ദെയർ ഓൺ ലെവൽ. നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറയാമോ? മനസ്സിലായി. അവൻ ചോദിച്ചത് ആ ഒരു ഡിസ്പാരിറ്റി പറഞ്ഞത് ഇപ്പൊ കാണാനാണോ? മണവാളന് മനസ്സിലായില്ലേ? ഒരു ഡിസ്പാരിറ്റി ഇത്രയും വന്നിട്ട് അവരെ പഞ്ഞിക്കിടുന്ന് കാണാനാണോ, അതോ ടോപ്പ് ടീംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ കാണാനാണോ നല്ലതെന്നല്ലേ? പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇപ്പോ പല സ്ഥലത്തുനിന്നും അവരുടേതായ ടോപ്പ് ലീഗ്സിൽ വന്നിട്ട് കോമ്പറ്റ് ചെയ്യണ കാണാനും ഒരു പ്രത്യേക രസമാണ്. കാരണം രണ്ട് പേരുടെയും പ്ലേയിങ് സ്റ്റൈലും സ്ട്രാറ്റജിയും പ്ലേയേഴ്സും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. സോ അത് കാണാനും ചെറിയ രസമുണ്ട്. ഇപ്പോ ലാലിഗത്തെ ടീംസും EPL ടീംസും മാത്രമല്ല, എല്ലാ ടീംസിന്റെയും ആ ഒരു അവരുടെ സംബന്ധിച്ച് നോക്കിയാലും ഇവരായിട്ട് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടാണ് അല്ലെ? അതും ഒരു ഫാക്ടറാണ്. സോ കളി കാണാൻ എപ്പോഴും ബെസ്റ്റ് ആ കോമ്പറ്റീഷനും രണ്ട് ടീം തുല്യരായിരിക്കുമ്പോഴാണ്. ബട്ട് ആ ഒരു ഡിഫറൻസ് കാണാനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. മനസ്സിലായി. എടാ, എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം, ഇതൊരു യുഎഫയുടെ ഭാഗത്തു നിന്ന് തോന്നുന്നു. എനിക്ക് ചില സമയത്ത് ഇത് ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ട് തോന്നാറുണ്ട്. ലൈക്ക് യുഎഫ പണ്ട് ചെയ്തതും ഇതേ സംഭവം തന്നെയാണ്. ലൈക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ടീംസിനെ പല കൺട്രീസിൽ നിന്ന് ഒരുമിച്ച് കൊടുത്തിട്ട് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് യുഎഫ ചെയ്തേക്കുന്നത്. ബട്ട് അവര് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി, വേറൊരാൾ ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഓക്കെ അല്ല എന്നുള്ള രീതിക്ക് ഒരു ഹിപ്പോക്രസി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ലേ? മനസ്സിലായി. പക്ഷേ ഒരു വ്യത്യാസമില്ലേ രണ്ടും തമ്മില്? ഐ മീൻ മേജർ ഒരു വ്യത്യാസം എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വോള്യൂം നീ ആലോചിച്ച് നോക്ക്. ലൈക്ക് 64 ടീംസ് ഇൻ ദ സെയിം കോമ്പറ്റീഷൻ. വേറാസ് ഇപ്പൊ നീ കോൺഫറൻസ് ലീഗ് ജയിച്ചാൽ യു ക്യാൻ കമ്പീറ്റ് ഇൻ യൂറോപ്പ. യെസ്, ഐ അഗ്രി ടു ദാറ്റ്. ബട്ട് കോൺഫറൻസ് ലീഗിൽ എത്ര ടീംസ് കളിക്കുന്നു, യൂറോപ്പിൽ എത്ര കളിക്കുന്നു? ഇതില് ഏറ്റവും താഴത്തെ ലീഗിൽ 32 ടീംസ് ആണ് വരുന്നത്. മനസ്സിലായോ? വോള്യൂം ഇസ് ഹ്യൂജ് അല്ലേ? നീ ആലോചിച്ചു. അതാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഗെറ്റിംഗ് വേറൊന്ന് മാത്രം, അത് വേറൊരു കാര്യമുണ്ട്. എന്നറിയോ? ദ ചാൻസസ് ഓഫ് ക്വാളിഫൈങ് നമുക്ക് പല റൂട്ടിലൂടെ ക്വാളിഫൈ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ചാമ്പ്യൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ലീഗിൽ പോവാം, അല്ലാണ്ട് നമുക്ക് ലീഗ് സ്റ്റാൻഡിങ്സിലൂടെയും പോവാം. രണ്ടും ഉണ്ടല്ലോ. അപ്പൊ രണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ ആൻഡ് മോർ ടീംസ് ആർ ക്വാളിഫൈങ് ലൈക്ക് അതുകൊണ്ട് ഓൾറെഡി ചാമ്പ്യൻ ആയ ആളെ മാറ്റിയിട്ട് രണ്ടാമത്തെ ആളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്ട്രാ ടീം കമ്മിങ് ഫ്രം ദാറ്റ് ലീഗ്. സോ മേ ബി, എനിക്കറിയില്ല. ഐ തോട്ട് ഇറ്റ് വാസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് കോമ്പറ്റീഷൻ. എനിക്കെന്തോ ഫീൽ ചെയ്തു. പക്ഷെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പ്ലെയേഴ്സിനും പ്രശ്നമായിരിക്കും ഫിറ്റ്നസ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ.
നീ ആലോചിച്ച് ഇത്രയും നോക്ക് കളികൾ എത്ര ഒരുമിച്ച് വരുമ്പോ കോമ്പറ്റീഷൻ അല്ലേ? കളിക്കണം. ഇപ്പൊ തന്നെ ന്യൂ കാസിലിന്റെ അവസ്ഥ നോക്കടാ, എമ്മാരി കളിച്ചിരുന്ന ടീമാണ്. അതും അവർക്ക് ഒറ്റയടിക്ക് കിട്ടിയത് ഇഞ്ചുറിയും UCL-ലേക്ക് വന്നപ്പോ കിട്ടിയത് നല്ല അടിപൊളി ടീംസ്. നല്ല മുട്ടൻ ടീംസ്. അതാണ് സ്കോഡ് ഡെപ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇത് വന്നു കഴിഞ്ഞാല് ട്രാൻസ്ഫേഴ്സ് ഒക്കെ കുറെ പ്ലേയേഴ്സിനെ ട്രാൻസ്ഫർ നടത്തുന്നത് ചിലപ്പോൾ കാണാൻ പറ്റും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്. അവിടെയൊക്കെ ആ ഒരു ചെറിയ ടീമിനെ പിടിച്ച് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്രശ്നം. പിന്നെ എനിക്കൊരു കാണുന്നത് ഫുട്ബോൾ അല്ലേ, ഏതൊരു സ്പോർട്ട് ആണെങ്കിലും എന്തൊരു എന്റർടൈൻമെന്റ് ഇവന്റ് ആണെങ്കിലും ഇറ്റ് വിൽ ചേസ് മണി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എവിടെയാണ് കൂടുതൽ പൈസ ഒഴുകുന്നത്, പൈസ അത് മാത്രല്ല ഫ്ലോ ഒരു ക്ലബിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് അതേ നടക്കൂ. ലൈക്ക് അത് ചിലപ്പോ ഇന്നവിറ്റബിൾ ആയിരിക്കാം. അതാണ് ചേഞ്ചസും വന്നോണ്ടിരിക്കുകയാണല്ലോ ഫുട്ബോളിൽ. ഇപ്പൊ പണ്ടത്തെ പോലെ പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ചേഞ്ചസ് ആർ ഓൾസോ ഇന്നവിറ്റബിൾ. ലെറ്റ്സ് സീ. പക്ഷെ നീ പറഞ്ഞ പോലെ ഇപ്പൊ എവറിത്തിങ് ഈസ് ഫ്രീ എന്ന് പറയുമ്പോ അതിന്റെ പിന്നിലുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലാണ് ഫുള്ളായിട്ട് നമ്മളൊക്കെ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പെരസ് ആ ഒരു സമയത്ത് സൂപ്പർ ലീഗിന്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ മെയിൻ ടീംസിന്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൂടെ അല്ലേ. അവർക്ക് എപ്പോഴും ആ ഒരു ഫൈനാൻഷ്യൽ ടേംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനത്തെ ഒരു ഇതില് സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നത്. അതെ, സോളിഡാരിറ്റി പേയ്മെന്റ് ഒരു എക്സ്ട്രാ ക്യാഷ് ഫ്ലോ ആണ് അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്യാഷ് ഫ്ലോ ആണ്. അതാണ്. അപ്പോ ഈ ടീംസും താഴെ കിടക്കുന്ന ടീംസും തമ്മിലുള്ള ഡിസ്പാരിറ്റി ഇൻക്രീസ് ആവാനുള്ള ചാൻസും ഉണ്ട് അല്ലേ. ഇവർക്കാണല്ലോ കൂടുതൽ ആ ഒരു ഇത് വരുന്നത്. പാപ്പാ പെരസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓൾവേസ് ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൾട്ട്. എടാ പാപ്പാ പെരസ് ഫുട്ബോളിന് വേണ്ടി റയൽ മാഡ്രിഡിന് വേണ്ടി ഒരുപാട് പറയാനാണ്. പോടാ അവിടുന്ന്. ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലും മണി സ്റ്റേഡിയം തുറന്നു വരുന്നു, അടിയിൽ നിന്ന് വേറെ സ്റ്റേജ് വരുന്നു. എടാ ഞങ്ങൾക്ക് അതിന് കണ്ട ക്ലബിനെ പോലെ ഒരു വലിയ പൈസക്കാരൻ ഓണർ കുറെ കാശും കൊണ്ട് വന്ന് കുറെ പ്ലേയേഴ്സിനെ ചാക്കിലിട്ട് കൊണ്ടുപോവാ, അങ്ങനെയല്ല. മനസ്സിലായോ? ഞങ്ങള് ക്ലബില് കാലങ്ങളായിട്ടുള്ള പാർലമെന്റ് ആണ്, ഓരോരുത്തർക്കും കോൺട്രിബ്യൂഷൻ ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു വെക്കുന്നത്. അല്ലാണ്ട് ഒരാള് വന്നിട്ട് കാശിറക്കി കൊണ്ടുപോകുന്ന പരിപാടിയല്ല. ആടെ നിനക്ക് റിയൽ മാഡ്രിഡിന്റെ എങ്ങനെയാന്ന് അറിയില്ലേ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ? എനിക്ക് വേണമെങ്കിൽ പോയി മെമ്പർഷിപ്പ് എടുത്തിട്ട് എല്ലാ ടീംസിനും അങ്ങനെ തന്നെയല്ലേ, പല ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, അതിനെ പൂൾ ചെയ്തിട്ടൊരു കമ്മിറ്റി ഉണ്ടാവും. അങ്ങനെ തന്നെ. എടാ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ ഏതെങ്കിലും വലിയ വലിയ ബിസിനസ് മെൻ വന്നിട്ട് ഉണ്ടാക്കണല്ല. കാലങ്ങളായിട്ടുള്ള ഫുട്ബോൾ റിയൽ കോർ ഫാൻസ് തന്നെ മെമ്പേഴ്സ് ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അറിയോ? എനിക്കിപ്പോ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഷാൽക്കെ ഈസ് എ ബിഗർ ക്ലബ് ദാൻ റയൽ മാഡ്രിഡ് എന്ന് പറയാ. ആ ലോജിക്ക് നോക്കുകയാണെങ്കിൽ എടാ ഞങ്ങളൊക്കെ ആ കോൺസെപ്റ്റ് എന്നോ കൊണ്ടുവന്നു. ഷാൽക്കയുടെ 50% ഓൺ ചെയ്യുന്നത് ഫാൻസ് ആണ്. ഷാൽക്കൊക്കെ കുട്ടി പിന്നീട് ഇനിയിപ്പോ അങ്ങനെ പറയാ. എന്തായാലും നീ അടുത്ത ടോപ്പിക്ക് പോ. അടുത്ത ടോപ്പിക്കും വളരെ റിലേറ്റഡ് ടോപ്പിക്കാണ്. കാരണം നമ്മളിപ്പോ യുഎഫയുടെ ഒരു മോണോപ്പൊളിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ആ ഒരു പോയിന്റ് ചെറുതായി ടച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ അടുത്തായിട്ട് ഒരു ക്ലബ്ബ് കാറ്റലോണിയയിൽ തന്നെ ഇപ്പൊ നിലവിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് ജിറോണ FC, they are just flying now. അവര് അതും ലക്കിലെന്ന് പറയാൻ പറ്റില്ല, കാരണം പകുതി സീസൺ കഴിഞ്ഞു. ആൻഡ് ദേ ആർ ആക്ച്വലി ടൈറ്റിൽ കണ്ടന്റേഴ്സ്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ലാലിഗ അടിക്കാൻ പറ്റും, നല്ല ചാൻസ് ഉണ്ട്. ആ ഒരു ക്ലബിന് ടോപ്പ് 4 ഫിനിഷ് വരികയാണെങ്കിൽ ദേ വിൽ സെക്യൂർ എ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് അല്ലേ, ആസ് പെർ റൂൾസ്, നോർമൽ UEFA റൂൾസ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ജിറോണ FCയുടെയും മാൻ സിറ്റിയുടെയും പാരന്റ് ഓണർ അല്ലെങ്കിൽ പാരന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒന്നാണ്. സിറ്റി ഫുട്ബോൾ പറഞ്ഞിട്ട് ഒരു
ബോർഡാണ്. അപ്പോൾ ആ ബോർഡിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് 80% 70% ഓൺ ചെയ്യുന്ന ഒരു സിംഗിൾ ഓണറാണ്, ഒരൊറ്റ ഇൻവെസ്റ്ററാണ്. ഒരു അബുദാബിയിലെ എമിറേറ്റി ബേസ്ഡ് ഒരു ഇൻവെസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിറോണയിൽ ഓൾമോസ്റ്റ് 47% ആണോ 57 ആണോ ഓർമ്മയില്ല, ബട്ട് ഐ തിങ്ക് ഒരു മേജർ സ്റ്റേക്സ് ഉള്ളത് ഈ ബോർഡിന് തന്നെയാണ്, ഈ കമ്പനിക്ക് തന്നെയാണ്, സിറ്റി ഫുട്ബോൾ FC. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും വലിയ ഓണേഴ്സ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യുഎഫക്ക് വേണമെങ്കിൽ മാൻ സിറ്റിയേനോ അല്ലെങ്കിൽ ജിറോനേനോ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും നെക്സ്റ്റ് ഇയർ, ബിക്കോസ് ദേ ഹാവ് ദ സെയിം ഓണേഴ്സ്. അതൊരു റൂളാണ്. ബട്ട് ഇഫ് വൺ ഓഫ് ദോസ് ക്ലബ്സ് ഹാവ് ടു പ്ലേ, ഫോർ എക്സാമ്പിൾ ജിറോണയ്ക്ക് കളിക്കണമെങ്കിൽ ജിറോണ യുഎഫ്എനെ കൺവിൻസ് ചെയ്യണം കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട്. എന്ന് വെച്ചാൽ യുഎഫയുടെ റൂൾസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ ആരാണോ അതനുസരിച്ചാണ് റൂള്. എന്ന് വെച്ചാൽ ഒരു ഗവേണിംഗ് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ ബോർഡിൽ കൺട്രോൾ ചെയ്യണ ആൾക്കാരാരാണ്, അത് സിംഗിൾ ഓണറാണ്, അതേ ആളാണ് മാൻ സിറ്റിയിലും കൺട്രോൾ ചെയ്യണമെങ്കിലാണ് അവർക്ക് പ്രശ്നം. ബട്ട് ഇഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് change some rules favoring UEFA, obviously both the clubs can participate in Champions League. ഈ ജിറോണയുടെ ഡയറക്ടർ ഇപ്പോൾ പെരെ ഗാർഡിയോളയാണ്, അതായത് പെപ് ഗാർഡിയോളുടെ അനിയനോ ഏട്ടനോ ഏതോ ബ്രദറാണ്. ആൻഡ് he has to take. പെപ്പ് വെറുതെ ആണോടാ സിറ്റിയിലേക്ക് വരുന്നത്, പെപ്പിനെയൊക്കെ എടുക്കുന്നത്? ഇതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ രീതിയിലാണെങ്കിലും. അപ്പോ മോസ്റ്റ്ലി പെരെ ആൻഡ് സം ഓഫ് ഹിസ് കമ്പാട്രിയറ്റ്സ് ദേ ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി അഗ്രീയിങ് ടു ഡു ഇറ്റ്, അല്ലേ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഐ തിങ്ക് രമണൻ, മണവാളൻ, ടിൻഡു ഉണ്ടാ മോനെ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. വി ആർ ടോക്കിംഗ് അബൌട്ട് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഹിയർ. എത്രത്തോളം FPP അലിഗേഷൻസ്, എത്രത്തോളം ഇത് വന്നിട്ടുള്ളതാണ് ഇവരുടെ പേരിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെപ്പറ്റി നമ്മൾ കുറെ ഡിസ്കസ് ചെയ്താണ്, ഒരു കാര്യമില്ല. ഒരൊറ്റ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അലിഗേഷൻ എവർട്ടന്റെ മുകളിൽ വന്നപ്പോൾ എവർട്ടൺ എന്താ സംഭവിച്ചെന്ന് നമ്മളെല്ലാവരും കണ്ടതാ. അപ്പോൾ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് എജാതി കളിയാ കളിക്കണെന്ന് ഇതിൽ നമുക്ക് ക്ലിയർ ആണ്. എനിക്കറിയാം, അതന്നെ പറഞ്ഞേ, സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ മാൻ സിറ്റിയുടെ ഓണേഴ്സ് ആണല്ലോ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ്. അപ്പൊ അവരുടെ കാര്യം പറഞ്ഞേ, മാൻ സിറ്റിക്ക് വന്നിട്ട് ഒരു ഇങ്ങനെ ആണ് അതിന്റെ അവസ്ഥ. അപ്പൊ ഇനി ജിറോണ കയറി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല UCL അപ്പൊ തന്നെ മിന്നായ പോലെ റൂള് മാറ്റും. അങ്ങനെ എനിക്ക് തോന്നുന്നു. എടാ, എനിക്ക് ചിലപ്പോ ഈ പെപ് ഗാർഡിയോള ഈ പ്രസ്സിലൊക്കെ അഭിനയിക്കുന്ന കാണാൻ, ഇതിനെപ്പറ്റി ചോദിക്കുമ്പോ അഭിനയിക്കുന്നത് കണ്ടാണല്ലോ, ഒന്നും അപ്പൊ കൊടുക്കാൻ തോന്നും. എന്തൊക്കെയാവും എനിക്കൊന്നും പറയാനില്ല, ഞാനിതൊന്നും പറയാൻ പാടില്ല, പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വരും. ബട്ട് ഐ തിങ്ക് പെരെ ഗാർഡിയോള സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഐ തിങ്ക് സം അതർ ഗൈസ് ഓൾസോ ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ. സോ ദെൻ പ്രോബ്ലി ദേ വിൽ. അല്ലെങ്കിൽ റൂൾ തന്നെ മാറ്റും. നീ പറഞ്ഞ പോലെ UEFAനെ കൺവിൻസ് ചെയ്യാന് ഇവർക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. അല്ല, എന്റെ സംശയം ഇതാണ്, പെരെ ഗാർഡിയോള എന്ന് പറയുന്നത് സിറ്റി ഗ്രൂപ്പിന്റെ ചങ്ങായിയല്ലേ? അതെ. അപ്പൊ ഇയാള് സിറ്റിനെ ബാധിക്കും, ജിറോണനെ ബാധിക്കും, ഇല്ലേ? എന്ന് വെച്ചാൽ ഇയാള് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ അയാൾക്കുള്ളത്, മനസ്സിലായോ? അതാണ്. ഇത് രണ്ട് ക്ലബിനും ഉണ്ട്. ഈ പൊസിഷനിലുള്ള ആര് വന്നാലും ഈ രണ്ട് ക്ലബിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതെ. അപ്പൊ മറ്റേ ചെറിയ ഇൻവെസ്റ്റർ ഉണ്ടല്ലോ, ഹു ഈസ് നോട്ട് ദ മെജോറിറ്റി, ഹു ഈസ് നോട്ട് ഹാവിംഗ് എ മെജോറിറ്റി സ്റ്റേക്ക്, അതിന്ന് ഒരാള് വന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടറിൽ ലൈക്ക് അതിന്റെ CEO അല്ലെങ്കിൽ ആക്ടിംഗ് ഡയറക്ടറോ ആരാച്ച അങ്ങനെ ആയി മാറിയാല് they will accept. മനസ്സിലായോ? വൺ ഓഫ് ദ ക്ലബ്സ്, സിറ്റി അല്ലെങ്കിൽ ജിറോണ. ഇപ്പൊ കറക്റ്റ് അത് നടക്കും, അതിനിപ്പോ എന്താ? പക്ഷെ അങ്ങനെ നടന്നു കഴിഞ്ഞാ സിറ്റി ഗ്രൂപ്പിന് അയ്യോ അതും പ്രശ്നമല്ലേ? മെജോറിറ്റി ഇൻവെസ്റ്റർ ആയിട്ട് മൂഞ്ചി കുത്തിയിരിക്കേണ്ട അവസ്ഥ ആയിരിക്കുമല്ലോ. അപ്പൊ അത് പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ കളി കളിക്കും. ഇപ്പൊ നിലവിൽ സിറ്റിക്ക് ഇപ്പൊ കളിക്കണമെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ആവണം, അങ്ങനെയല്ലേ?
അങ്ങനെയല്ലടാ, സിറ്റിക്ക് ഇല്ലെങ്കിൽ ചാമ്പ്യൻസ് അവരുടെ ആയാലും ഞാൻ പറഞ്ഞുതരാം ആയാലും എന്താ സംഭവം ഉണ്ടാകാൻ പോണ. അവരുടെ ഒത്താശക്ക് നിൽക്കുന്ന ഒരാളെ കൊടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് വെക്കും, എന്നിട്ട് വെറുതെ ഒരു കണ്ണി പൊട്ടിയിരുന്ന പോലെ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നടക്കുവാണെങ്കിൽ, ഇതൊക്കെ നടക്കുവാണെങ്കിൽ പപ്പറ്റിനെ അതപ്പോ പപ്പറ്റിനെ വെക്കായിരിക്കും. മണവളം എന്താ പറഞ്ഞല്ലോ, നീ പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചതാണ്, ഇപ്പൊ സിറ്റിക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ആയാൽ മാത്രം പോരാന്നല്ലേ? ഇല്ല, സിറ്റി കളിക്കൂടാ, നീ നോക്കുക, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം ഇത് ന്യൂസ് വന്ന ടൈം ഭയങ്കര വലിയ ന്യൂസ് ആയിരുന്നു. കാരണം സിറ്റിയുടെ ഈ FFP ഇതിന്റെ അലിഗേഷൻസിന്റെ കോർട്ട് കേസ് വരാൻ പോകുന്ന ഐ തിങ്ക് ഏപ്രിലോ മറ്റേ ഫസ്റ്റ് ഹിയറിംഗ് ഏപ്രിൽ ഓർ മാർച്ചിലാണ്. അപ്പോൾ അതും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അതിൽ കുറച്ച് പേർക്ക് പ്രശ്നമായ അതൊരു റോങ് ഇതായി മാറുമല്ലോ, ഒരു റോങ് ഇമേജ് ആയി മാറുമല്ലോ. സോ ഡെഫിനറ്റ്ലി അപ്പോഴും സിറ്റിയുടെ ബോർഡിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്, മാൻ സിറ്റിയുടെ ബോർഡിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ദെൻ ഒബ്വിയസ്ലി ദർ ഇസ് നോ നീഡ് ടു മേക്ക് എനി ചേഞ്ച് ഫ്രം ദ ജിറോണ ബോർഡ്. അപ്പോൾ അറിയില്ല, ഐ തിങ്ക് FFP ഇത്തവണ കുറച്ച് സ്ട്രിക്റ്റ് ആവുക രമണ. എനിക്ക് തോന്നുന്ന ഇവന്മാരെ പിടിക്കും എന്നാണ്, പൊക്കുന്ന എനിക്ക് എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. എടാ നീ ആലോചിച്ചു, 115 ഇത്രയും വർഷം FFPയുടെ പോക്കറ്റിൽ കുറച്ച് ഓയിൽ മണി അങ്ങ് നിക്ഷേപിച്ചാ മതി, ഒക്കെ തീർന്നു. പിന്നെ FFP പിന്നെ നീ പറഞ്ഞ നോക്കാം. നീ കോലം കുത്തിയ പോലെ നിക്കല്ലേ, എന്തേലും ഉരിയാട്. അയ്യോ ടിൻഡു, അവരിപ്പോഴും FCB ജേഴ്സി ഒക്കെ ഇട്ടാ വന്നിരിക്കുന്നത്. അതെ, ഞാൻ വിട്ടടാ, അതിന്റെ പേടിക്കണ്ട, നീ പറഞ്ഞോ. ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കി വരട്ടെ ഇടയിൽ ഒന്നും. ഓക്കെ, എന്നാ അടുത്ത ടോപ്പിക് മുതൽ മിണ്ടിയാ മതി. അടുത്ത ടോപ്പിക്കിലേക്ക് പോടാ. അടുത്ത ടോപ്പിക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാ. ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് കാലമായിട്ട് വായിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ അധികം അങ്ങനെ മീഡിയയിലൊന്നും ന്യൂസ് ആവുന്നില്ലെങ്കിലും ഐ തോട്ട് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് വൺ. സിമ്പിളാണ്. ക്യാൻ വിമൻ കോച്ച് മെൻസ് ഫുട്ബോൾ ടീംസ്? എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മെൻസ് ഫുട്ബോൾ ടീംസിനെ കോച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കാലിബർ ആൻഡ് ടാലൻറ്റ് എന്താണെങ്കിലും അത്, ആർ ദേ കേപ്പബിൾ ഓഫ് കോച്ചിങ് മെൻസ് ഫുട്ബോൾ ടീംസ്? ഇതിന് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വിമൻസ് ഫുട്ബോൾ ടീംസിൽ പല മെൻ കോച്ചസും ഉണ്ട്, ഒരുപാട് മെൻ കോച്ചസ് ഉണ്ട്. ഇൻഫാക്ട് കോച്ചിങ് സ്റ്റാഫിന്റെ ടീം എടുത്താൽ തന്നെ മെജോറിറ്റി ചിലപ്പോൾ മെൻ ആയിരിക്കും വിമൻസ് ടീംസ്, ആൻഡ് സക്സസ്ഫുൾ വൺസ് ടു, നോർമൽ വിമൻസ് ടീം അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് വിമൻസ് കോച്ചിങ്? ഇതുവരെ ഹിസ്റ്ററിയിൽ മെൻസ് ഫുട്ബോൾ വുമൻ കോച്ച് ചെയ്തിട്ടില്ല. ഇല്ല. ഉറപ്പാ? ഇൻട്രസ്റ്റിംഗ്. ഐ മീൻ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടായിട്ടുണ്ട്, ബട്ട് കോച്ച് ചെയ്തിട്ടില്ല. മെയിൻ സ്ട്രീം മാനേജ്മെന്റിൽ അങ്ങനെ മെയിൻ മാനേജറായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മെയിൻ ടീമുള്ള. അല്ലെങ്കിൽ പല ചെറിയ ടീമിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ബട്ട് മെയിൻ നമ്മുടെ ടീമുകളിലൊന്നും അങ്ങനെ ആരും ഒന്നും കേട്ടിട്ടില്ല മാനേജറായിട്ട്. ഇല്ല. Why do you think that is? ബട്ട് ഇതങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പൊ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ഇവരെ മിക്സറായിട്ട് കളിപ്പിക്കണം എന്നുള്ളൊരു ഇതില്, ദേ ക്യാൻ പ്ലേ വിത്ത് മെൻ എന്നുള്ളൊരു ഇതില്. പക്ഷെ അതിനോട് എനിക്ക് യോജിക്കുന്നില്ല ഒരിക്കലും. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഞാൻ ചോദ്യമായിട്ട് കൊണ്ടുവരാനേ പോകുന്നില്ല. അതാണ്. പക്ഷെ അങ്ങനെ പറയണമെന്നുള്ള കുറെ ആൾക്കാരുണ്ട്. അല്ലല്ല, എടാ അങ്ങനെ വരണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ മിക്സറായിട്ട് കളി ഇതാക്കണം എന്നുള്ളൊരു, അത് മെയിൻ ഇത് ഫുട്ബോൾ എന്തൂസിയാസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരും വരെ. സോ അതിനോട് എനിക്ക് നമുക്ക് യോജിക്കുന്നില്ല. പക്ഷെ കോച്ചിങ് എന്നുള്ളത് കളിക്കണ പോലെ അല്ലല്ലോ, അത് വേറെ കുറച്ച് സ്കിൽസും ടാലൻസും മാനേജറിയൽ സ്കിൽസും ഒക്കെയാണ്. സോ അതിന് ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതാ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ്. അത് ബേസിക് ആയിട്ടുള്ള കളിയെ. അതിനോട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു കോച്ച് ഇല്ലായിരുന്നാണ് മറ്റേ ഫുട്ബോൾ മാനേജർ കളിച്ചിട്ട് കോച്ചായിട്ട് വന്ന, പ്രീമിയർ ലീഗിൽ കോച്ച് ചെയ്യുന്ന. പ്രീമിയർ ലീഗിലല്ല, വേറെ ഏതോ ലോ ലെവൽ ലീഗിലാണ്. പ്രീമിയർ ലീഗിലോ ഏതോ ഒരു ലീഗിൽ കോച്ച് ചെയ്യുന്നത്.
സ്റ്റിൽ അതായത് ഫുട്ബോൾ കോച്ചിങ് സ്കിൽ, അതായത് ഫുട്ബോൾ മാനേജർ കളിച്ചിട്ടും അങ്ങനെ കോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത് ഫുട്ബോൾ മാനേജർ ആർക്കും കളിച്ചു. മീൻസ് ഫുട്ബോൾ ഇന്റലിജൻസ് ഉണ്ടായാൽ മതിയല്ലോ. ആ ബോളെ എങ്ങനെ കളിക്കണം, ഫുട്ബോൾ ഇന്റലിജൻസ് തന്നെ ആ കോച്ചിങ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടി വേണം. പ്ലെയേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇത് വെക്കാനുള്ള ആ ഒരു റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്കില്ല്, അതേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ജെൻഡർ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. യെസ്. അല്ല, ഞാന് തെറ്റായിരുന്നു. ഐ തിങ്ക് ഹെലൻ കോസ്റ്റ് ആയിരുന്നു ആദ്യത്തെ വിമൻസ്. ഇതെന്ത് മയിലാണ് ക്യാമറ. ഒരു മിനിറ്റ് ഗൈസ്. നീ ചങ്ങാടെ പേര് പറഞ്ഞേ? ഇവരെന്താ കിടന്നുറങ്ങാൻ പോവാണ്? ഹെലൻ ഓഫ് സ്പാർട്ടയാ? എന്താ പറഞ്ഞ? ഹെലൻ ഓഫ് സ്പാർട്ട? ലാപ്ടോപ്പ് എടുത്ത് തലതിരിച്ച് വെച്ചോ? എന്റെ അഭിപ്രായത്തില് വിഷ്ണു പറഞ്ഞോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നു. ലൈക്ക് മാനേജ്മെന്റ് എന്നുള്ളത് എനിക്കറിയില്ല. സ്റ്റഡീസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വുമന്റെയും മെന്നിന്റെയും മാനേജ്മെന്റ് സ്റ്റൈൽസ് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് അതുകൊണ്ട് വുമൻ കോച്ച് ചെയ്യാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഐ തിങ്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ വുമൺ കോച്ച് ചെയ്യാൻ പാടില്ല. അതൊരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പോ ഞാൻ ഒരു സീരിയസ് ആയി പറയാം. അതായത് ഒരു പൂൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേര് ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് ഫുട്ബോൾ കളിക്കുന്ന കൂടുതൽ പേര് ആണുങ്ങളും കുറച്ച് പേര് പെണ്ണുങ്ങളുമാണ്. മനസ്സിലായി? അപ്പൊ ഈ പൂളിൽ നിന്ന് ഫുട്ബോളിൽ അറിയാവുന്ന മാനേജേഴ്സിന് ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടാവുക ആണുങ്ങൾ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ തന്നെ ക്വാളിറ്റി നോക്കുവാണെങ്കിലും ജനറലി ട്രെൻഡ് ആണുങ്ങളുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് ആ ഒരു വലിയ പൂളിൽ നിന്നാണ് അത് എടുക്കുന്നത് എന്നുള്ള റീസൺ കൊണ്ട്. ഐ തിങ്ക് അത് അങ്ങനെ ഒരു സ്റ്റഡി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു നമ്പേഴ്സിനെ പറ്റിയിട്ട്. സോ അതുകൊണ്ട് ക്വാളിറ്റി കൂടുതൽ ആണായിരിക്കും. അപ്പോൾ ഒരു ആണുങ്ങളുടെ ഫുട്ബോൾ മാനേജ്മെന്റിനായിരിക്കും. സോ ഒരു വലിയ ടീം ഒരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുമ്പോഴെപ്പോഴും അത് ഫാൻസ് ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ല. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇതിന്റെ സ്ട്രിങ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. സോ ഫൈനാൻഷ്യലിന്റെ അതുപോലെ ഫാൻസിന്റെ അപ്രൂവലും കിട്ടണം. സോ അതുകൊണ്ടുള്ള റീസൺസിന് വുമൺ കോച്ചിങ്ങിന് ലെസ് പ്രിഫറൻസ് ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ടു സേ ദാറ്റ് ദേ കാൻറ്റ് മാനേജ് മെൻസ് ഫുട്ബോൾ. അങ്ങനല്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇപ്പോ വിമൻ ആയാലും മെൻ ആയാലും ആ ഒരു സ്കിൽസും മാനേജറിയൽ എബിലിറ്റീസും ഉണ്ടെങ്കിൽ അവിടെ ജെൻഡർ എന്നുള്ളൊരു ക്രൈറ്റീരിയ വരാൻ പാടില്ല എന്നുള്ളൂ. അത്രേ ഉള്ളൂ. കോച്ച് ചെയ്തുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ ആ ടീമിന് അത് ബെനിഫിഷ്യൽ ആണെങ്കിൽ അവിടെ പിന്നെ എന്താണ് ഫാക്ടർ? അവിടെ പിന്നെ എന്താണ് തടസ്സം? ഇപ്പോ ഡോട്ട്മുണ്ടിന്റെ ഒരു ട്രെയിനർ ഒരു വുമൺ ഉണ്ടായിരുന്നല്ലോ 2-3 വർഷം മുമ്പ്. ഒരു വുമൺ ആയിരുന്നു. അത് ഇവർക്കും ഇതേപോലെ ചെയ്യാന്നുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലത്തെ ടഫായിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണ് അതും. ഇപ്പോ എന്താ പറയാ, മാനേജർ എന്ന് പറഞ്ഞ ഫിസിക്കലി ട്രെയിനിങ് ഞാൻ പറയാ, അത് ഇതേപോലത്തെ ഫിസിക്കൽ ട്രെയിനറോ മെയിൻ ട്രെയിനറോ ആയിരുന്നു. മാനേജർ അല്ലാണ്ടുള്ള അവരുടെ അതാണ് ജനറലി വുമൻസ് ഫുട്ബോളില് ഫിസിയോസ് ആൻഡ് സ്പോർട്സ് സയന്റിസ്റ്റ് ഓർ ഡോക്ടേഴ്സ് ആയിട്ടാണ്. ഫിസിയോസ് അല്ല, ട്രെയിനേഴ്സ്, ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ടാവല്ലോ. ആളുടെ പേര് ഞാൻ മറന്നു. ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, ഫിറ്റ്നസ് കോച്ചുകൾ അത് ഉണ്ടാവാറുണ്ട്. ഫിറ്റ്നസ് കോച്ചുകൾ കൂടുതലും നമ്മൾ പെണ്ണുങ്ങളെ കാണാറുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഫുട്ബോളിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഫിസിയോസും സ്പോർട്സ് സയന്റിസ്റ്റുകളുടെ ഇടയിലും കാണാറുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഡോട്ട്മുണ്ട് ടീമിൽ മാത്രമല്ല. ലൈക്ക് ഇപ്പോൾ നീ പ്രീമിയർ ലീഗ് ക്ലബ്സിൽ വരെ ചിലവർ ഇഞ്ചുറി പറ്റി കിടക്കുമ്പോൾ പെണ്ണുങ്ങൾ ഓടി വരാറുണ്ട്. അത് ഫിസിയോസ് ആണ്. ഫിറ്റ്നസിന്റെ വേറെ കാര്യങ്ങളുണ്ട്.
ഇപ്പൊ നീ പറഞ്ഞ പോലെ ഒരു മെജോറിറ്റി പൂൾ എടുത്താല് കൂടുതൽ ഫോളോ ചെയ്യുന്നതും കൂടുതൽ ഇതേപോലത്തെ ഒരു ടാലന്റ് ഉണ്ടാവുന്നതും മെന്നിനായിരിക്കാം. ബട്ട് ആ ഒരു മൈനോറിറ്റിയിൽ നിന്നായാലും കഴിവുള്ളവർ വന്നിട്ട് ചെയ്യുമ്പോൾ അവിടെ അതൊരു ജെൻഡർ ആയിട്ടുള്ളൊരു അത് ഫാക്ടർ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അവിടെ അതൊക്കെ അതൊരു നോ ബ്രെയിനർ അല്ലേ. അതിൽ ഡിസഗ്രിമെന്റ് ഇല്ല. പോയിന്റ് ഇതായിരിക്കണം, ആ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ക്വാളിറ്റി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അല്ല, ഞാനിത് ടോപ്പിക്ക് കൊണ്ടുവരാൻ കാരണം എന്താന്ന് വെച്ചാൽ സ്ത്രീയുടെ പേരാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹാന ഡിംഗ്ലെ എന്നാണ് അവരുടെ പേര്. ഷീ ബിക്കേം ദ ഫസ്റ്റ് വുമൺ ടു മാനേജ് എ പ്രൊഫഷണൽ മെൻസ് ഫുട്ബോൾ ടീം ഇൻ ഇംഗ്ലണ്ട്. ഫോറസ്റ്റ് ഗ്രീൻ റോവേഴ്സ് പറഞ്ഞ ക്ലബിന്. സോ ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻ ബിഫോർ. ഐ മീൻ, ലോകത്ത് തന്നെ ഫസ്റ്റ് ഫുട്ബോൾ വിമൻ കോച്ച് ടു കോച്ച് മെൻസ് ടീം അല്ലെങ്കിൽ ക്ലബ്ബ് ഒരു കെയർടേക്കർ ആണ്, കെയർടേക്കർ മാനേജർ എന്നാണ് പറയുന്നത്. അത് പക്ഷെ ഹെഡ് കോച്ച് ആണ്. എന്നാലും ഹെഡ് കോച്ച് തന്നെയാണ്. ലൈക്ക് കെയർടേക്കർ ഹെഡ് കോച്ച് ആണെങ്കിലും ഹെഡ് കോച്ച് തന്നെയാണ്. ബട്ട് ഫോർ എക്സാമ്പിൾ റയാൻ മേസൺ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ, അല്ലെങ്കിൽ ഓലെ ഒക്കെ ഉണ്ടായിരുന്ന പോലെ. ബട്ട് point is, I mean, women can coach men's football teams, but can they also be successful like men? എന്നൊരു പോയിന്റ് ഉണ്ട്. വേറൊരു പോയിന്റ്, വിമൻസ് ഫുട്ബോളിൽ തന്നെ വിമൻസ് കോച്ചസ് കുറവാണല്ലോ. അവിടെ നിന്ന് തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സാറ് പറഞ്ഞത്ര ആദ്യ റീസൺ തന്നെ ഉള്ളൂ. ആ ഒരു മെജോറിറ്റി ഫോളോയിങ് ഈ സ്പോർട്ടില് എപ്പോഴും മെന്നായിരിക്കുമല്ലോ. അവിടെ നിന്നായിരിക്കുമല്ലോ കൂടുതൽ ഇതേപോലത്തെ ആൾക്കാരുടെ ചാൻസ് വരിക. സോ ദേ ഹാവ് ദ ബെറ്റർ ഹാൻഡ് ടു കോച്ച് ഓർ ആസ് എ പ്ലെയർ. സോ അത് ആ ഒരു ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ അങ്ങനെ തന്നെ വരുള്ളൂ. ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റ് ഞാൻ ടോട്ടലി അഗ്രി ചെയ്യുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആരാണ് ഏറ്റവും ഡിസേർവിങ്, അതിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും, they deserve it and they definitely should take the job. അതിലൊരു സംശയമില്ല. ഈ ടോപ്പിക് നമുക്ക് മാറാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരാൾ ചിലപ്പോ ഇതിലേക്ക് കയറി വരും. ദേഷ്യം പിടിച്ചിട്ട് ഇല്ല അതൊന്നും നമ്മള് കേൾക്കണ്ടാവില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കാര്യം ഇതാക്കിയാൽ മതി. വുമൺസ് ഫുട്ബോളിൽ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, വുമൺസ് കോച്ചിങ് വരുന്നോണ്ടില്ല. ബട്ട് നീ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, can they be as successful as men? അത് മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. അതിൽ ടേക്സ് ടൈം അല്ലേ, കുറച്ച് സമയം എടുക്കും അങ്ങനെ വളർന്നു വരാൻ. ആ ഒരു അതിനുള്ള റോൾ മോഡൽസ് ഒക്കെ ഉണ്ടായ എന്തായാലും അതിന് ഇൻസ്പിറേഷൻ എടുത്ത് പിന്നെ അങ്ങനെയാണല്ലോ വളരാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ലിവർപൂൾ. തുടങ്ങിക്കോ. ഏകദേശം 6 പോയിന്റ് PG മോള് തട്ടിക്കളഞ്ഞിട്ടും 2024 ജനുവരി 4-ാം തീയതിക്കും ടേബിൾ ടോപ്പേഴ്സ് ലിവർപൂൾ. ക്ലോപ്പണ്ണന്റെ ലിവർപൂൾ. നീ എന്താടാ നീ പറടാ ടിൻഡു, നിനക്ക് പറയാനുള്ളത് പറ. ഞാൻ പറയല്ലേ, സല ഇപ്പൊ പോകും. ആ ടൈമിന് ഡിബ്രൂയിന് വരും, ഹാളൻഡ് വരും. അവര് പപ്പടം കാച്ചുന്ന പോലെ കാച്ചി മുകളിൽ ഇപ്പൊ ആദ്യം കേറും. എടാ സല പോയി കഴിഞ്ഞാലും സലക്ക് മിസ്സാവുന്ന പ്രീമിയർ ലീഗ് ഗെയിംസ് 2 ആയിരിക്കും മെയിൻ ഗെയിംസ്. ഒന്ന് ആർസണലായിട്ടും ഒന്ന് ചെൽസിനായിട്ടും. രണ്ടും നല്ല ഗെയിംസ്. മനസ്സിലായോ? നല്ല ഗെയിംസ് ആണ്, അതല്ലേ പറയണേ. ബട്ട് അതിൽ നിന്ന് ലിവർപൂളിന് കര കയറി വരാൻ പറ്റില്ല. ഇത് രണ്ടും തോറ്റെന്ന് വിചാരിച്ചോ, ചെൽസിനായിട്ട് തോക്കുമെന്ന് നീ മാത്രമേ വിചാരിക്കുള്ളൂ, അത് വേറെ കാര്യം. ഇപ്പോഴും ഞങ്ങൾ ഡ്രോ ആവാറേ ഉള്ളൂ. പിന്നെ ആർസണലിനായിട്ട് ഹോമിലാണ് ഗെയിം എന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അല്ല, ആർസണലിനായിട്ട് എവേ ആണ്. അപ്പോ ആ ഗെയിമിലുമാണ് സാല ഉണ്ടാവാത്തുള്ളൂ. മനസ്സിലായി? അതിൽ തോറ്റാലും ലിവർപൂളിന് കര കയറി വരാൻ പറ്റില്ല എന്നാണ് നീ പറയണേ. ഐ തിങ്ക് സോ. അല്ല, കഷ്ടായിരിക്കും.
പിന്നെ വേറൊരു രണ്ട് കാര്യം നിങ്ങൾ ഗെയിമാണ് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഉറപ്പിക്കാൻ ഈ പറ്റുക. സീസണിൽ എന്റെ ഓർമ്മ അനുസരിച്ചിട്ട് 6 പോയിന്റാണ് ഞങ്ങൾക്ക് ഡിസിഷൻസ് കാരണം മിസ്സായിട്ടുള്ളത്. 6 പോയിന്റ്. അതും നോട്ട് ചെയ്യണം. സോ ലിവർപൂളിന്റെ ടൈറ്റിൽ ഞാൻ ഒരു ഹോപ്സിനെ കാര്യം പറ്റി പറയട്ടെ. പറയുകയാണെങ്കിൽ പറ. അതിന് ബാക്കിയുള്ള ആ, ഫിക്സ്റ്റേഴ്സ് അല്ല കൂടി ഞാൻ ഒരു നോക്കണം. കാര്യം പറയട്ടെ. സിറ്റിക്കാണോ ബെസ്റ്റ് ഫിക്സ്റ്റർ അല്ലെങ്കിൽ ലിവർപൂളിനാണോ ഇനിയുള്ള ഫിക്സ്റ്റേഴ്സ് എല്ലാം ടോട്ടൽ ബാക്കിയുള്ള ഫിക്സ്റ്റേഴ്സ്? എടാ ഇനിയുള്ള ഫിക്ചേഴ്സ് അല്ല, ഇനി ഹാഫ് കളിയല്ലേ കഴിഞ്ഞുള്ളൂ. ഇനിയൊക്കെ സെയിം ഫിക്ചേഴ്സ് തന്നെ മൊത്തത്തില്. ഹാഫല്ലേ? പക്ഷെ നോക്കേണ്ടത് ഇവർക്ക് സല പോകുമ്പോഴുള്ള ഫിക്സ്റ്റേഴ്സ് ടഫായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് തന്നെ കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള സ്ഥിതിയിൽ അത്യാവശ്യം ഒരു സേഫ് സോണാണ്. ഇനി എത്ര ഇൻ കേസ് അവനൊന്ന് പറഞ്ഞു തീർക്കട്ട്. സലേന്റെ പറഞ്ഞോ. ടീം ഫൈനലിലേക്ക് വരെ എത്തുവാണെങ്കിലോ അപ്പൊ കൂടുതൽ മാച്ചസ് മിസ് ചെയ്തൂടെ? ഇല്ലല്ല, അതന്നെ പറഞ്ഞേ, ഫൈനൽ വരെ കളിക്കുകയാണെങ്കിലും ഈ 2 മാച്ചസ് ആണ് പ്രീമിയർ ലീഗിൽ മിസ് ആവുള്ളൂ. നീ വേണമെങ്കിൽ ലിവർപൂൾ നെക്സ്റ്റ് ഫിക്ചേഴ്സ് അടിച്ചു നോക്ക്, എന്നിട്ട് എഫ്കോണിന്റെ ഫൈനലിന്റെ ഡേറ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്ക്. എടാ മാക്സിമം 5 ഗെയിം വീക്ക് മിസ്സാവും സാലക്ക്. 21 തൊട്ട് 25 വരെ ഫൈനൽ വരെ പോവാണെങ്കിൽ. 4th ഫെബ്രുവരിക്കാണ് എഫ്കോണിന്റെ ഫൈനൽ. 4th ഫെബ്രുവരിക്ക് ആർസണൽ വേഴ്സസ് ലിവർപൂളാണ്. അതിന്റെ മുമ്പുള്ള 2 കളി ബോർൺമൗത്ത് വേഴ്സസ് ലിവർപൂളും ലിവർപൂൾ വേഴ്സസ് ചെൽസിയും. സോ എനിക്ക് ഹോപ്പ് ഇല്ല ഈജിപ്ത് ഫൈനൽ വരെ എത്തുമെന്ന്. ഇനി എത്തുവാണെങ്കിൽ തന്നെ ഇത്രയും കളിയാണ് മിക്സ് ആവണം. ഞാൻ സലേന്റെ ഫാനാണ്, പക്ഷെ ഞാൻ ഈജിപ്ത് ഫാനല്ലല്ലോ. എടാ എന്ത് തെണ്ടികളാണ് അത് പോയി. ഇനി നമ്മൾ എടാ ലിവർപൂൾ ജയിക്കണമെന്ന് ഒരാൾക്ക് പോലും ആഗ്രഹമില്ലടാ. അതാണ് ഇവൻ അസിസ്റ്റ്. അല്ല ഞാൻ പറയാം അതല്ല ഞാൻ പറയട്ടെ. എടാ ലിവർപൂളിന് സല പോയോണ്ട് എനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നില്ല. അല്ലെങ്കിൽ അവര് കളിക്കില്ലേ? എനിക്ക് അല്ലെങ്കിൽ അവര് നന്നായി കളിക്കും. എനിക്ക് തോന്നില്ല അവര് മോശമാവുന്നു. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് നല്ല മോശമാവുന്നു. എനിക്കും. കാരണം അവരുടെ ഒരു ഗോള് മാത്രല്ല, ഇവന്റെ കോൺട്രിബ്യൂഷൻ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഓരോ മാച്ചിലും. ഒരൊറ്റ കളി കഴിഞ്ഞ ന്യൂകാസിൽ കളി നോക്ക്, അവൻ മാത്രം അറ്റാക്കിങ്ങിൽ കളിക്കണുള്ളൂ. ലൂയിസ് ഡിയാസ് ചെറുതായിട്ടൊക്കെ നമുക്ക് ഒരു ഇത് പോലെ കാണുമെങ്കിലും, ബട്ട് എനിക്ക് തോന്നുന്നത് ഹാർവി എലിറ്റിന് ആ പൊസിഷൻ ചിലപ്പോൾ നല്ലപോലെ ഫില്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാർവി എലിറ്റും വരും, ജോട്ടയും കുറച്ചും കൂടെ അവന് ടൈം കിട്ടും. ഇപ്പൊ നല്ല പ്ലേയേഴ്സിനൊന്നും അത്ര ടൈം കിട്ടുന്നില്ല. സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ആ പൊസിഷൻ ഫിക്സ്ഡ് ആയി. അവിടെ പിന്നെ ആരും കയറ്റാൻ പറ്റില്ല. സോ ഇറ്റ്സ് റൊട്ടേറ്റഡ് ബിറ്റ്വീൻ ഗാപ്പോ ആൻഡ് മറ്റേ ജോട്ട. അതും സെൻട്രലിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എലിയട്ടിന് വരെ സാലയ്ക്ക് പറ്റുന്നില്ല എന്നല്ലേ. ചെറിയ ഗെയിംസിലല്ലേ, സാല ഇല്ലാത്ത ഗെയിംസിലല്ലേ കളിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ യൂറോപ്പയോ അതിലൊക്കെയല്ലേ കളിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ യൂറോപ്പ മാച്ചസ് കണ്ടിട്ടുണ്ട് ലിവർപൂളിന്റെ. അത് മോശമായ ടീംസിനോടാണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദേ ലാക്ക് എനി അറ്റാക്കിംഗ് ത്രെറ്റ്. എന്റെ അഭിപ്രായത്തിൽ ദേ ആർ സ്റ്റിൽ എ ഗുഡ് അറ്റാക്ക്. ദേ ആർ നോട്ട് ദ ബെസ്റ്റ്, ബട്ട് ദേ ആർ സ്റ്റിൽ ഗുഡ്. ചെൽസിയുടെ എതിരെ അടിക്കാൻ അത്ര വേണ്ട. ഇപ്പോ ഹാർവിയലിന്റെ പൊസിഷൻ ഹാർവിയലിന്റെ കളി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവന് മറ്റേ ബോക്സിന്റെ പുറത്തുള്ള സ്പേസിലേക്ക് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ നല്ലൊരു ത്വരയുണ്ട് അവന്. അത് കറക്റ്റായിട്ട് അവന് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കുറെ കളിയായിട്ട് അല്ലേ. സോ അങ്ങനെയുള്ള പൊസിഷൻസിലൊക്കെ യൂഷ്വലി സാല വരുന്ന പൊസിഷൻസിലേക്ക് അവന് കളിക്കാൻ പറ്റുമായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയാ. അവർ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയ എന്തായാലും നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ, നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ എമിലിയ മാർട്ടിനസ് അങ്ങനെയാണല്ലോ തുടങ്ങിയത്. ലെനോയുടെ ഒരു ഇഞ്ചുറി ഒന്നുമല്ലേ തുടങ്ങിയത്. ഇപ്പൊ വേൾഡ് ചാമ്പ്യൻ ആയില്ലേ. ആർസണലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയത് ലെനോയുടെ ഒരു ഇഞ്ചുറി കാരണം. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചിലപ്പോൾ ഇത് മറ്റുള്ള പ്ലേയേഴ്സിന് തിളങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ബട്ട് അതുപോലെ തന്നെ ജോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലിവർപൂൾ ടീമിൽ ഇപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ജോട്ടയാണ്, മോർ ദാൻ സാല. പുള്ളി കളിക്കളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വേറെ കോൺഫിഡൻസ് എനിക്ക്. പക്ഷെ പുള്ളി പെട്ടെന്ന് ഇഞ്ചുറി ആവും, അതാണ് ഒരു പ്രശ്നം. സോ ജോട്ടയുടെ
മെക്കാലിസ്റ്റർ ഒക്കെ തിരിച്ചു വന്ന് കഴിഞ്ഞ കളിയിൽ നീ ആ അസിസ്റ്റ് കൊടുത്ത് കണ്ടില്ലേ? ന്യൂകാസിലിന്റെ 2 ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ ഒരു സാധനം കൊടുത്ത് കണ്ടില്ലേ? മറ്റേ ഔട്ട്സൈഡ് ദ ഫൂട്ട് വെച്ചിട്ട്. ഇവൻ ഇതൊന്നും കാണാറില്ലടാ. ചെക്കന്മാരെ കളി കാണിച്ചു കൊടുക്കൂല ഇവന്. പക്ഷേ റിയൽ ക്വസ്റ്റ്യൻ ഈസ് can Liverpool win the league? I think it would be difficult. Consistent. I think Man City ചിലപ്പോ എഡ്ജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പണ്ടത്തെ ഡിബ്രോയിനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ, പണ്ടത്തെ ഡിബ്രോയിനെ ഹാലൻഡ് കോംബോ നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോ മാൻ സിറ്റി എപ്പോഴും നടക്കുന്ന പോലെ 1 പോയിന്റിനോ 2 പോയിന്റിനോ കപ്പടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ 6 പോയിന്റ് മിസ്സായത് അപ്പൊ തിരിച്ചടി ആവാനും ചാൻസ് ഉണ്ട്. അല്ല, ഞാന് സീസൺ തുടങ്ങുമ്പോ പറഞ്ഞ അതേ പ്രഡിക്ഷനിൽ തന്നെ ഞാൻ നിൽക്കുള്ളൂ. ഐ തിങ്ക് മാൻ സിറ്റി തന്നെ ജയിക്കും. കാരണം അതിപ്പോ ലിവർപൂളിന് മൊമെന്റ് ഉള്ളതുകൊണ്ടും അങ്ങനെയൊന്നുമല്ല. അത് ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈവൺ ലിവർപൂളിന്റെ സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയാണെന്ന് വെച്ചോ, എന്നാലും ഐ തിങ്ക് ഞാൻ ഇതേ പറയുള്ളൂ. കാരണം അവരുടെ ഒരു ലെവലില് പിടിച്ചു നിൽക്കാൻ ഇത്രയും ഒരു സ്പാൻ ഓഫ് ഗെയിംസ് എടുക്കുമ്പോൾ അവരുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പാടാണ് ബാക്കി ടീംസ്. ബട്ട് ലിവർപൂൾ ഹാസ് എ ചാൻസ്. ഒബ്വിയസ്ലി അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജനുവരിയിൽ ഏതാ നിങ്ങളുടെ ട്രാൻസ്ഫർ? എൻഡോം പോവാണ്, അതാണ് പ്രശ്നം. എൻഡോ പോയി കഴിഞ്ഞാൽ എൻഡോ അടിപൊളിയായിട്ട് ആ ഡിഫൻസീവ് പൊസിഷനിലേക്ക് ഇതായി വന്നായിരുന്നു. അപ്പൊ എന്തായാലും ഡിഫൻസീവ് സെൻട്രൽ ഡിഫൻസും ഡിഫൻസീവ് മിഡിലും റീഎൻഫോഴ്സ്മെന്റ്സ് ഈ ജനുവരിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ പണി പാലുമളത്തിൽ കിട്ടും. ഗ്രാവൻബർഗ് നല്ല കളിയല്ലേ അവൻ? ഞാൻ കാണുമ്പോൾ ഇപ്പൊ നോക്കിക്കോ, മെക്കാലിസ്റ്റർ, ഡൊമിനിക് സോബോസ്ലൈ, ഇവൻ വറ്റാരോ എൻഡോ, ഗ്രാവൻബർഗ്, ഇവരാണ് 4 സൈനിങ്. ഇവര് 4 പേരും അറ്റാക്ക് മൈൻഡഡ് ആണ് കുറച്ചുകൂടെ. എൻഡോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെന്ന് പറയാമെങ്കിലും ഹി സ്റ്റിൽ അറ്റാക്ക് മൈൻഡഡ് പ്ലെയർ. അതാണ് പ്രശ്നം. അപ്പോൾ ഈ 2 പൊസിഷൻസ്, അതായത് ഒന്നാമത് ജോയൽ മാറ്റിപ്പിന് ഇഞ്ചുറി ആയി, അതുപോലെ തന്നെ ആൻഡി റോബർട്ട്സൺ ഇഞ്ചുറി ആയി. ഡിഫൻസീവില് ഡെപ്ത് കുറവാണ്. അപ്പൊ ഡിഫൻസീവില് ഡെപ്ത് കൊടുക്കാൻ വേണ്ടി ഒരു സെന്റർ ബാക്കിനെയോ അല്ലെങ്കിൽ വൈഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന സെന്റർ ബാക്കിനെയോ കൊണ്ടുവരണം. രണ്ടാമതായിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കൊണ്ടുവരണം. അത് ഈ ജനുവരിയിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ, ഈ സമയത്ത് മിസ്സായി കഴിഞ്ഞാൽ മിസ്സായതന്നെ അറിയുള്ളൂ മോനെ. കിലിയൻ എംബാപ്പേനെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഒന്നും നോക്കണ്ട. എടാ കിലിയൻ എംബാപ്പെ എന്തോന്ന് ചോദ്യടാ ഇതൊക്കെ. എടാ ഞങ്ങൾക്ക് വേണ്ട കിലിയൻ എംബാപ്പനെ റിയൽ മാഡ്രിഡ് എടുത്തോ. കിലിയൻ എംബാപ്പനെ റിയൽ മാഡ്രിഡ് എടുത്തോ. ആ റോഡ്രിഗോനെ ഞങ്ങൾക്ക് തന്നാ മതി. ആ ഇപ്പൊ കിട്ടും. അല്ല ഞാൻ ചോദിക്കട്ടെ എന്റെ അടുത്ത് കൂലാനെ, ഞാൻ ചോദിക്കട്ടെ, കിലിയൻ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ്രിഗോക്ക് ടീമിൽ എന്താ സ്ഥാനം? നീ റോഡ്രിഗോ എങ്ങനെ കളിക്കുന്നത് നോക്കുക. ഇന്നത്തെ റോഡ്രിഗോ എങ്ങനെ വേണമെങ്കിലും കളിച്ചോട്ടെ, റോഡ്രിഗോ എങ്ങനെ വേണമെങ്കിലും കളിച്ചോട്ടെ. എടാ കിലിയൻ എംബാപ്പേനെ പോലുള്ള ഒരു പ്ലേസ് പ്ലെയർ വിങ്ങില് കളിക്കാൻ പറ്റുന്നത്, ഏത് സൈഡിലും കളിക്കാൻ പറ്റുന്ന, സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്നത്. റോഡ്രിഗോയുടെ പൊസിഷൻ ഒബ്വിയസ്ലി താഴത്തേക്ക് വരില്ലേ? റോഡ്രിഗോ അൺഹാപ്പി ആവില്ലേ? അത് ശരിയാണ്. ബട്ട് റോഡ്രിഗോന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ റോഡ്രിഗോന് റൈറ്റ് വിങ്ങിലും കളിക്കാം. റൈറ്റ് വിങ്ങിൽ കളിക്കാലോ റോഡ്രിഗോ. എടാ നിങ്ങളെങ്ങനെ കഷ്ടപ്പെട്ട് കളിപ്പിക്കണ്ട. ലെഫ്റ്റിലെ കളിക്കൂ, അവൻ വേറെ എവിടെയും കളിക്കില്ല, അത് ഉറപ്പാ. വാൽവerde പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ആരുണ്ട്? ബോക്സ് ടു ബോക്സ് ആരുണ്ട്? അവരാണ് മോനെ. ബോക്സ് ടു ബോക്സ് ഡിഫെൻഡിങ്ങിന് ആരുണ്ടെന്നാണ് ഒരു റിയൽ മാഡ്രിഡ് ഫാൻ ചോദിക്കണത്. ഒരു റിയൽ മാഡ്രിഡ് കാമവിംഗ, ചുവമേനി, ഇവരൊക്കെ പിന്നെ എന്താ പഴം പുഴുകാൻ വേണ്ടി വെച്ചിക്ക? എടാ കമവിംഗയും ഇവരൊക്കെ ഇന്നാളെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഇഞ്ചുറി കഴിഞ്ഞിട്ട്. അറിയോ എത്ര ഇഞ്ചുറിയാ ഞങ്ങൾക്ക് ഉണ്ടായെന്ന് അറിയോ? അതൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് അടുത്ത സീസൺ തന്നാ മതി. പിന്നെ നോക്കിയിരുന്നോ നിങ്ങള്? പറ്റുമെങ്കിൽ മറ്റേ ഇവനെ സൈൻ ചെയ്യാൻ നോക്ക്, ജോബ് വെല്ലിംഗം, സുന്ദർലാൻഡിലത്തെ. സ്ഥിരം ജോലി ആവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ജോബ് പൊളി കളിയായിരുന്നല്ലോ ഒന്നാള്. നീ പറ, ലിവർപൂളിനെ ജയിക്കാൻ പറ്റൂടാ? കപ്പടിക്കാൻ പറ്റുമോ? ഇല്ലടാ, അങ്ങനെ ജയിക്കില്ല.
ഇല്ലടാ. എടാ പന്നി. എടേ എനിക്ക് മണവാള യുണൈറ്റഡിന്റെ ഇത് പറയടാ. യുണൈറ്റഡ് ഒക്കെ ജയിക്കും. പിന്നെ നീ എന്താ അത് പറയുന്നത്? പറയാനുള്ള ധൈര്യം ഒന്നും അവനില്ല. യുണൈറ്റഡ് ജയിച്ചാൽ പോയിന്റ് ടേബിൾ എടുത്ത് പിന്നെ കാണിക്കാം. അടുത്ത 19 ഗെയിം നോക്കൂ നീ. തീ പറഞ്ഞ അതെ. ഊ. തീ തലപതി. ഗുലാം freeze എന്ത് ആയോ? കണ്ടിട്ടാണ് ഇവന് ഈ തിളക്കുന്നത്? അതാണ് എനിക്ക് തോന്നുന്നത്. ഗുലാന്റെ ക്യാമറ ഫ്രീസ് ഇല്ല, അവിടെ ഇല്ല ഫ്രീസ് ആയില്ല, റെക്കോർഡിംഗ് ഉണ്ട്. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അപ്പൊ നീ ഓക്കേ. മണവാള വിചാരിക്കുന്ന മാൻ സിറ്റി തന്നെ ജയിക്കോളുന്നാണ്. യുണൈറ്റഡ് യുണൈറ്റഡ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഇവന് എന്ത് സാധനമാണ് കുടിച്ച് ഇവൻ സാധനം കുടിച്ചിട്ട് കിടന്നുറങ്ങിയ മതി ഇന്ന്. കിടന്ന് നോക്കിക്കോ. അയ്യോ. അടുത്ത ഒരു ടെൻഷനും ഇല്ലാതെ കിടന്നുറങ്ങാം ഇന്ന്. അത് കുടിച്ച് കിടന്നുറങ്ങിയ അയ്യോ എന്താടാ അല്ല, ഇങ്ങനത്തെ ഒക്കെ ഡയലോഗ് അടിക്കുമ്പോഴേ ആരായാലും പറഞ്ഞു. എടാ എടാ 33 കളിയിൽ എത്ര 33 65 കളിയിലോ പറ്റ 3 ഗോളോ പറ്റല്ലോ അവന്. എന്താ ആന്റണി നിങ്ങൾ 100 മില്യണോ? ഒനാന ഇന്റർനാഷണൽ വേണ്ട. നിങ്ങൾ ആരെ പോണ്ട് ഞാനേ പോകണ്ട. അതൊന്നും പാവത്തിന് ഓർമ്മിപ്പിക്കല്ലേ. ബൈന്ദർ ആണ് അവരുടെ ഗോൾ കീപ്പർ. ഒനാനെ പോയ അരി ബൈന്ദിർടാ ബൈന്ദിർ. ഭയങ്കരം കളിയാവൻ. ഭയങ്കര മലയാളം ഇപ്പൊ പേര് പോലും കേട്ടുന്നവൻ. അയ്യോ ശരിക്കും കോമഡിയാ മോനെ. ഫ്രീ ഏജന്റ് ഇപ്പൊ ചെറുതായി അറ്റാക്ക് ഒക്കെ വരുന്നുണ്ട്. മാൻ. അതാണ് ഞാൻ ആലോചിക്കണത്. യുണൈറ്റഡിനല്ലോ, യുണൈറ്റഡിന്റെ ഫാൻസിനല്ലേ വരുന്നത് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ ഒനാന അടിപൊളിയായിരുന്നെങ്കിൽ നിങ്ങൾ സൈനിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ? ഒനാന പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒനാന അടിപൊളിയാ. പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് മൊത്തത്തിലാണ് ചെയ്യില്ലേ? ഡിഫൻസ് മോശം. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എല്ലാം കൂടെ ഇതാക്കാൻ പറ്റില്ല. അതും ശരിക്കും എന്റെ അഭിപ്രായത്തിൽ നല്ല സൈനിങ് ആയിരുന്നു. ഫസ്റ്റ് സീസൺ അല്ലേ? സ്റ്റാറ്റ്സ് പ്രകാരം ഞാനൊന്നൊരു പോസ്റ്റ് ഷെയർ ഏറ്റവും കൂടുതൽ ചെയ്തു. സ്റ്റാറ്റ്സ് ഫസ്റ്റ് സീസണില് ക്ലോപ്പിനെക്കാട്ടും ഇൻഫാക്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത ഒരു പറയുന്നത് സ്റ്റാറ്റ്സ്. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയാ മീഡിയയുടെ. അത് ടെൻ ഹാഗ് ആണ്. ടെൻ ഹാഗിന്റെ സ്റ്റാറ്റ്സ് അല്ലേ? എടാ ക്ലോപ്പിന്റെ ലിവർപൂളിന്റെ ആ ഫസ്റ്റ് സീസണിലുള്ള ടീം എടുത്തു നോക്ക്. യുണൈറ്റഡിന് ഫസ്റ്റ് ടീം 10 ഹാഗ് കിട്ടുമ്പോ ഉള്ള ടീം നോക്ക്. എത്ര കാശാണ് അവർ ഇറക്കിയത് നോക്ക്. ക്ലോപ്പ് എവിടുന്ന് കൊണ്ടുവന്ന? അതിനോട് എനിക്ക് ക്ലോപ്പിനോട് ഭയങ്കര റെസ്പെക്ടാ. എനിക്ക് അത്ര ഇഷ്ടമുള്ള ക്ലബ് ഒന്നും വെച്ച് കമ്പയർ ചെയ്യലടാ. എവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കടാ നീ. എടാ ക്ലോപ്പിനെ ശരിക്കും ആലോചിച്ച് നോക്കിയാലേ അൾട്രാ പ്രോമാക്സ് ആണ് ക്ലോപ്പ്. ആലോചിച്ച് നോക്കടാ. എടാ ഇപ്പൊ നമ്മള് പെപ് ഗാർഡിയോളനെ പറ്റിട്ട് എന്തൊക്കെ പറയും? ഓക്കെ, നല്ല കോച്ചാണ്, ഇത്രയും ഗെയിംസ് ഇത്ര ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ പോയ ക്ലബ്സിലൊക്കെ നോക്ക് നീ, ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ആ ലെവലിലേക്ക് എത്തിക്കുന്നത്. ബട്ട് ക്ലോപ്പ് ലിവർപൂൾ ആണെങ്കിലും ഡോട്ട്മുണ്ട് ആണെങ്കിലും എങ്ങനെ കൊണ്ടുവരുന്ന ആ ടീമിനെ നോക്ക്. എന്നിട്ട് പെപ് ഗാർഡിയോള പറയുന്നത് പെപ് ഗാർഡിയോളക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ളത് ക്ലോപ്പാണ്. ക്ലോപ്പിനടുത്ത് കളി വരുമ്പോൾ ജയിച്ചാൽ ഭയങ്കര ആശ്വാസമാണെന്ന്. അങ്ങനെ ലെവലിലേക്ക് തന്നെ ആ മനുഷ്യന്റെ റേഞ്ച് ആലോചിക്കുക. എന്നിട്ട് അതിനെ തന്നെ നീ 10 ഹാഗിനെ വെച്ച് കമ്പയർ ചെയ്യുന്നു. എടാ 10 ഹാഗിന്റെ അയാക്സ് നല്ലതായിരുന്നു. ബട്ട് 10 ഹാഗിന്റെ അയാക്സ് കളിച്ചത് എവർഡേസിലാണ്. ക്ലോപ്പിന്റെ ടീംസ് കളിച്ചത് ബുണ്ടസ് ലീഗില്. അത് മെയിൻസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അത് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ എങ്ങാണ്ടായിരുന്നു ജർമ്മൻ ഇതിന്റെ. ആശാൻ കളി തുടങ്ങിയതും ആ ടീമിൽ നിന്നാണ്. എന്നിട്ട് ആ ടീമിന്റെ കോച്ചായി വന്നു 35-ആം വയസ്സിലെങ്ങാണ്ട് കളി നിർത്തിയപ്പോ. എന്നിട്ട് ആ ടീമിനെ ബുണ്ടസ് ലീഗയിലേക്ക് എത്തിച്ച ആളാണ് ക്ലോപ്പ്. എന്നിട്ടാണ് പിന്നെ ഡോട്ട്മുണ്ടിലേക്ക് പോണത്. അതും കഴിഞ്ഞിട്ട് അതിന് അത്രയും കാലം ഉണ്ടായിരുന്ന ബയൺ ഡോമിനൻസിനെ മലർത്തിയടിച്ച് 2 വർഷം ടൈറ്റിൽ അടിച്ചിട്ടാണ് ലിവർപൂളിലേക്ക് വരുന്നത്.
there is level to അല്ല, that ഇതില് level, ആർഗ്യൂ man. ചെയ്തിട്ട് കാര്യമില്ല. ഒബ്വിയസ്ലി ക്ലോപ്പ് ബെറ്റർ മാനേജർ ആണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല കാര്യം. യുണൈറ്റഡിന്റെ പ്രശ്നം മാനേജർ അല്ല. ടെന്നാഗ് മോശം മാനേജർ ആയതുകൊണ്ടോ ഒനാന മോശം കീപ്പർ ആയതുകൊണ്ടോ അല്ല യുണൈറ്റഡ് പൊട്ടണത്. ഐ മീൻ യുണൈറ്റഡിന്റെ പ്രശ്നം അതിലും വലുതാണ്. അതെ, മാനേജ്മെന്റ് നമ്മൾ തൊട്ടേ എങ്ങനെയാണ് ഈ പ്രശ്നമാണ്. കറങ്ങി ഞാൻ തിരിഞ്ഞ് എപ്പോഴും എവിടേക്കാണ് പറയുന്ന എത്തുന്നത്? കാര്യം. എല്ലാ ആ എപ്പിസോഡിലും പറഞ്ഞു കഴിഞ്ഞല്ലേ. അടുത്ത ടോപ്പിക് എടുത്ത്. അടുത്ത ടോപ്പിക് അവര് തളയ്ക്കുന്നു. യുവന്റസ് 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 ആൻഡ് ജിറോണ, അങ്ങനെ പല ക്ലബ്സ് ഉണ്ട്. ലിവർപൂൾ മാത്രമല്ല, And Leverkusen. റൈസിംഗ് ആയിട്ടുള്ള പല ക്ലബ്സ് Leverkusen. ഉണ്ട്. ആൻഡ് ലെവർക്യൂസൻ, മേജർ ആയിട്ട് ലെവർക്യൂസൻ. ശരിയാ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദീസ് ടീംസ്? ലൈക്ക് അങ്ങനെ ഒരു റെവല്യൂഷൻ വരുന്നുണ്ടോ? ഈവൻ ആസ്റ്റൺ വില്ല ക്യാൻ പുൾ ഓഫ് എ ലെസ്റ്റർ സിറ്റി, റൈറ്റ്? കാരണം ഐ മീൻ ഡിഫെൻസീവ്ലി മേ ബി ലിവർപൂളിന്റെയോ അല്ലെങ്കിൽ സിറ്റിയുടെയോ അത്ര നല്ല ഡിഫൻസ് അല്ലെങ്കിലും ബട്ട് റീസെന്റ് പെർഫോമൻസ് വൈസ് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു ടീമാണ്. സോ ഈവൻ ആസ്റ്റൺ വില്ല ടു സം എക്സ്റ്റെന്റ് ഒരു നല്ല കോൺവെർസേഷൻ ആണ്. കാരണം ഈ ടീംസിനൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇന്നലെ തന്നെ ജുറോണ 4-3 അത്ലറ്റിക്കോനെ പൊളിച്ചു. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു മോനെ, പൊളി കളിയായിരുന്നു. മറ്റേ മോനെ മൊറാറ്റ ഹാട്രിക് അടിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവസാനം ജിറോണ കൊണ്ടുപോയി. ഇഞ്ചോർഡ് ഇഞ്ചാണ് ലാലിഗയിൽ നിൽക്കുന്നത് ഇപ്പോ. സോ തോട്ട്സ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്നും പറയാനില്ല. Yeah. ബട്ട് എനിക്ക് ഇതിൽ അറിയാനുള്ളത് ഇവരുടെ ഇഞ്ചുറി ഹിസ്റ്ററി ഒന്ന് നോക്കണം. ലൈക്ക് ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിട്ട് തന്നെയാണോ ഇവർ ഈ പെർഫോമൻസ് ചെയ്യുന്നത്, അതോ ഒരു പ്ലെയർ ഇഞ്ചുറി ആയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. അല്ല, ഇഞ്ചുറി ഉണ്ട്. ഇൻഫാക്ട് എല്ലാ ലീഗ്സിലും ഇഞ്ചുറീസ് ഒരുപാട് കൂടുതലാണ്. ഈ ടീംസിനും ഇഞ്ചുറീസ് ഉണ്ട്. ബട്ട് ഐ തിങ്ക് ലെവർക്യൂസൻ വാസ് ലക്കി. കമ്പാരിറ്റീവ്ലി അവർക്ക് ഐ തിങ്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ലെവർക്യൂസൻ ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ സം പ്ലേയേഴ്സ് ആണ് അവരുടെ സ്റ്റാർട്ടിംഗ് ലെവൽ. ഇതില് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാ ലെഫ്റ്റ് ബാക്ക് ഫ്രിംപോങ്ങോ, അവന് ലെഫ്റ്റ് ബാക്ക് അല്ല, ഇവൻ ഗ്രിമാൾഡോ അല്ലേ? ഗ്രിമാൾഡോ അല്ലേ അവിടെ ലെഫ്റ്റ് ബാക്ക്? ഇവരൊക്കെ നല്ല കളിയാണ്. സോ അവരൊക്കെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്ത്. അപ്പൊ അതാണ് ഈ ആസ് സീസൺ ഗോസ് ഓൺ ആ ഡെപ്ത് വരുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ബുണ്ടസ്ലീഗ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവൺ ക്യാൻ ബി ചാമ്പ്യൻ, ബയേൺ ഓർ ലെവർകൂസൻ. അത് ലെവർകൂസന്റെ സൈഡിലേക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തിട്ടില്ല ഫോർ മീ. ലാലിഗയില് ജിറോണ ഐ തിങ്ക് അവസാനം ആകുമ്പോഴത്തേക്കും ചിലപ്പോ ഒന്ന് തളരാൻ ചാൻസ് ഉണ്ട്. I'd still go with Real Madrid. യൂറോപ്പ ലീഗും കൂടി പറയടാ. ലിവർപൂൾ വേഴ്സസ് ബയർ ലെവർകൂസൻ. അതപ്പോ ഞാൻ പറഞ്ഞുതരാം. എന്താ ലെവർകൂസൻ തന്നെ ആലോചിക്കാൻ പോകണ്ട. ഇവിടെ ചിലവര് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് അല്ലേ കളിച്ചേ? ഇവിടെ ചിലവര് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പട്ടിക്കുട്ടി ചന്തക്ക് പോലെ ഞങ്ങള് ചാമ്പ്യൻസ് ലീഗിന്റെ വീരമൃത്യാണ് വന്നത്. അതെ. ഞങ്ങള് ചാമ്പ്യൻസ് ലീഗ് പോയ ഫൈനൽ കളിച്ചിട്ടാ വരാറ് സാധാരണ. ഓ അയ്യോ, നമുക്ക് അത്രക്കുള്ള അതിമോഹം പറയാല. അതാണ് എന്റെ ടേക്ക്. ബുണ്ടസ്ലീഗ ലാലിഗ ടൈറ്റിൽ റേസ് നോക്കുകയാണെങ്കിൽ സീരിയ ഐ എം നോട്ട് സോ കോൺഫിഡന്റ്. കാരണം എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു നോളജ് ഇല്ല. അപ്പൊ അത്രയൊക്കെ തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്യാനുള്ളത്. അണ്ണൻ വേഴ്സസ് അണ്ണൻ സമയമാകുമ്പോ ഡിസ്കസ് ചെയ്യാം. ഫെബ്രുവരി ആവട്ടെ. വിസ്തരിച്ച് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അണ്ണൻ ജയിക്കും തോന്നുന്നുണ്ടോടാ? അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. അതൊക്കെ അണ്ണൻ കളിയാവുമ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ്? നീ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും, ഞാൻ പോട്ട്. അണ്ണൻ കപ്പടിച്ചാറില്ലേ? നീ കപ്പല്ല, സോറി, ടോപ്പ് സ്കോർ. അതിനെപ്പറ്റി ഇന്ത്യൻ എന്താ പറയാനുള്ള? കപ്പല്ല, സോറി, ഇത് ടോപ്പ് സ്കോർ. അവൻ പറയാൻ പോകുന്നത് ഞാൻ പറയാ. ഒട്ടകത്തിന്റെ ലീഗ് ഇരുന്ന് കപ്പടിക്കാൻ ആർക്കോളേലും പറ്റൂടാ അവൻ പറയാൻ പോണേ. മറ്റേ ആളുള്ള ലീഗ് പിന്നെ ബീച്ച് ഫുട്ബോളിൽ കിടന്ന് കളിക്കാനും അവർക്ക് പറ്റും. How many kilometers from? എടാ ടിൻറ്റും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല, ഇവരാണ്.
അല്ല ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നീ പറഞ്ഞോ ടിൻഡു. ആ 30 സെക്കൻഡ് തന്നു, നീ പറ. അല്ല നീ പറഞ്ഞോ, നിനക്ക് എന്ത് തോന്നുന്നു പറഞ്ഞോ. കാര്യം തന്നെയാണ്, അതിന് ഞാനൊന്നും പറയാനൊന്നുമില്ല. എന്നാ ഞാനെന്താ പറയണ്ടേ, സൂപ്പറാണ്. ഇപ്പൊ എന്താ പറയാനുള്ളത്? ശവൻ അങ്ങനെ സമ്മതിക്കണ്ടായിരുന്നു. സമ്മതിച്ചെന്നില്ല, പക്ഷെ കണ്ണു പോയി. എടാ അമ്മാരി സ്റ്റാറ്റ്സ് ആടാ, അമ്മാരി പെർഫോമൻസ് ആ. അവന് തുറക്കാൻ പറ്റില്ല വായ. ഈ കൊല്ലം കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം. പക്ഷെ മെസ്സിക്ക് സുവാറസ് വന്നു. ഇനി ചിലപ്പോ ചാൻസ് ഒക്കെ അവര് ഫയറാവും. എടാ സുവാരസ് ഒക്കെ പല്ല് കൊഴിഞ്ഞ സിംഹടാ. എടാ സുവാരസ് അപ്പുറത്ത് കളിക്കുന്നവര് നീ ആലോചിച്ചോ, ടോപ്പ് പിന്നെ അപ്പുറത്തിരിക്കുന്നതൊക്കെ പഞ്ഞിമിഠായി തിന്നുന്ന കുട്ടികളായോണ്ട് കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇല്ല, അവര് ഇത്തവണ MLS തകർക്കും, എനിക്കത് തോന്നുന്നു. നല്ല കളിയായിരിക്കും. എടാ ഈ അവര് MLS തകർത്തില്ലെങ്കിൽ ഈ പ്ലേയേഴ്സിനാണ് നാണക്കേട്. അത് ശരിയാണ്. അൽനാസർ കന്നാസർ എന്നൊക്കെ പറയുന്നുണ്ട്. പറ, അപ്പൊ കുഴപ്പം തീർന്നില്ലേ? എന്താണ് നാസർ വേഴ്സസ് ഇന്റർ മിയാമി വരട്ടെ, അപ്പൊ പ്രശ്നം തീരുമല്ലോ, ഏകദേശം തീരുമാനമാവല്ലോ, അന്നേരം ലെവല് മനസ്സിലാവല്ലോ ടീമിന്റെ. അപ്പോഴാണ് തീരുമാനമാവണേ. ഇത്രയും നാള് കളിച്ചതൊന്നും നോക്കണ്ടല്ലോ. ഇത്രയും നാള് കളിച്ചത് നമുക്ക് മൂട്ടാൻ വേണ്ടി പറഞ്ഞ ടീമില്ലാന്ന് പറയാലോ. ഇനി നിങ്ങ വരട്ടെ, നിങ്ങ വലിയ ടീം എന്നല്ല പറയുന്നത്, വരട്ടെ, നമുക്ക് അപ്പൊ ആലോചിക്കാം. എടാ ധൈര്യമായിട്ട് ഓക്കെ പറഞ്ഞടാ. ഇന്റർവ്യൂവിനൊക്കെ പടപടാച്ച് പൊട്ടിക്ക. ചിഞ്ചിനാട്ടിയൊക്കെയാണ് പൊട്ടിച്ചിട്ട് വിടുന്നത്. ചിഞ്ചിനാട്ടി. എടാ എനിക്ക് സങ്കടാന്നല്ലടാ, ഈ എക്സിബിഷൻ മാച്ച് പോലത്തെ മാച്ച് കാണാനും നല്ല അണ്ടിയായിരിക്കും. കാരണം ഒരു ടീം 5 ഗോള്, മറ്റേ ടീം 6 ഗോള്, ഒരുമാതിരി അങ്ങനത്തെ മാച്ച് ആയിരിക്കും. പക്ഷെ അണ്ണൻ ഗോൾ അടിക്കാൻ രസമാണ്. ആകെ ഞങ്ങള് സിമ്പിളായിട്ട് തോപ്പിക്കും. കുണ്ടർ മയാമിയും എല്ലാം മൂഞ്ചി പിങ്ക് ജേഴ്സി ഇട്ടിട്ടാണ് അവന്മാര് വരിക. അത് കാണുമ്പോ തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അതൊന്നല്ല ഇപ്പൊ അടുത്തുള്ള അൽനാസർ മുംബൈ സിറ്റി ആയിട്ട് കളിക്കാൻ വരുന്നതാണ് ഇപ്പൊ എനിക്ക്. അൽനാസർ എന്ത്? മുംബൈ സിറ്റി ആയിട്ട് കളിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യും. കാണാൻ പോയ ക്ഷീണം തീർന്നിട്ടില്ല. രണ്ടാമത്തെ ദിവസം ക്രിസ്ത്യാനോക്ക് പരിക്കും. അപ്പൊ അടിപൊളിയാവും. പിന്നെ 38 ടിക്കറ്റ് പോകുന്നു. ഓ അത് പിടിച്ച ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും പോവും. ഞാൻ വീട് ടിക്കറ്റ് ഉള്ളവനെ നമുക്ക് പൊക്കാടാ, എന്നിട്ട് പൂട്ടിയിടാ, അവന്റെ ടിക്കറ്റ് എടുത്ത് പോവാം. എങ്ങനെയുണ്ട്? എടാ ഇതൊക്കെ പറയുമ്പോ റെക്കോർഡിംഗ് ഓഫ് ആക്കട്ടെ ഒരു മിനിറ്റ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ബൈ. നിന്റെ സുലാൻ കേട്ടോ, തീർക്കട്ടെ. ഗുലാനിക്കിപ്പോ